بسم الله الرحمن الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ഏറെ പ്രിയപ്പെട്ടവരെ, അസ്സാം വലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അള്ളാഹു നമ്മളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെല്ലാം ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ. ഇവിടെ കുറച്ച് ആളുകൾ ദുആ കൊണ്ടും മറ്റുമൊക്കെ വസിയത്ത് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. അള്ളാഹു അത്തരത്തിൽ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുറച്ചാളുകൾ നമ്മുടെ ഹജ്ജ് ഗ്രൂപ്പിലും അവരുടെ ബന്ധുമിത്രാദികളിലും പരിചയക്കാരിലൊക്കെ ഉണ്ട്. കാര്യമായ പ്രയാസങ്ങളുള്ളവരുണ്ട്. അപ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിരുന്നു. ചില ആളുകളുടെ ബന്ധുക്കൾ മരണപ്പെട്ടത് നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ പറഞ്ഞു. അള്ളാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകൾ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മറ്റ് മരണപ്പെട്ടു പോയ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കുമാറാകട്ടെ. ആമീൻ. ഇപ്പോ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിരുന്ന വിഷയങ്ങള്, ഒന്ന്, അള്ളാഹു നമ്മുടെ റബ്ബാണ്. ശേഷം അള്ളാഹു നമ്മുടെ ഇലാഹാണ്. അതല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാ, റബ്ബ് അള്ളാഹു ആയതുകൊണ്ട് തന്നെ ഇലാഹ് മറ്റാരുമാവുക സാധ്യമല്ല. അപ്പൊ റബ്ബിന്റെ ഭാഷാർത്ഥം, ഇലാഹിന്റെ ഭാഷാർത്ഥം, ഖുർആനില് റബ്ബ് പറഞ്ഞത്, അർബാബുകളെ കുറിച്ച് പറഞ്ഞത്, ഇലാഹ് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല ഉദ്ദേശിക്കുന്ന സാങ്കേതികമായ ഇബാദത്തിന് അർഹമായ അള്ളാഹുവിന്റെ അവസ്ഥയെ കുറിച്ച് പറയുന്ന ആയത്തുകൾ, ശേഷം അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്ന അതിമനോഹരമായ അതിസുന്ദരമായ അൽ അസ്മാഉൽ ഹുസ്ന, അത്തരത്തിലുള്ള പേരുകൾ, ഗുണവിശേഷങ്ങൾ, ആ ഗുണവിശേഷണങ്ങളിൽ ഉൾച്ചേർന്നിട്ടുള്ള അത്ഭുതങ്ങൾ, ആ പദങ്ങളും റബ്ബും ഇലാഹും അള്ളാഹു അതൊക്കെ ചേരുമ്പോൾ വിശുദ്ധ ഖുർആനിലെ ഏകദേശം ഒരു 10-15-20% വരുന്ന പദങ്ങളൊക്കെ കവർ ചെയ്യുന്ന ഒരു അത്ഭുതം. ശേഷം അല്ല ഇബാദത്ത് എന്ന് പറയുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഉൾക്കൊള്ളുന്ന ആശയത്തിന്റെ ഗൗരവം. കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ചും ഇബാദത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. ആളുകൾക്ക് പരിചിതമായ ഒരു വഴി ശീലിക്കുക എന്ന ഭാഷാർത്ഥം, ത്വരീഖ് മുഅബ്ബദ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു ആ സമയത്ത്. ത്വരീഖ് മുഅബ്ബദ് എന്ന് പറഞ്ഞാൽ ആളുകൾ ഇങ്ങനെ നടന്ന് തേഞ്ഞ വഴി, ആളുകൾക്ക് പരിചിതമായ വഴിയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ അള്ളാഹുവിലേക്ക് തിരിയുന്നതിനെ, ഇബാദത്ത് ചെയ്യുന്നതിനെയും അങ്ങനെ ഒരു അർത്ഥത്തിലേക്കാണ് അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിൽ നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുള്ളത്. അപ്പൊ ഖുർആനില് ഇബാദത്ത് എന്നുള്ളത് അസംഖ്യം സ്ഥലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നമ്മളൊരു 10-13 ഉദാഹരണങ്ങൾ, 15 ഉദാഹരണങ്ങൾ മാത്രമാണ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്. പല ആളുകൾ ഗ്രൂപ്പുകളിൽ അവരുടെ വായനയും അവരുടെ അനുഭവവും അവർക്ക് തോന്നിയ അവരുടെ വായന പ്രതികരണങ്ങളും ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടിരുന്നു. അൽഹംദുലില്ലാ. അതോടൊപ്പം നമ്മൾ അതിൻ്റെ ഒരു സാങ്കേതിക അർത്ഥം പറഞ്ഞിരുന്നു. അല്ലെ, ഇബാദത്ത് എന്ന് പറഞ്ഞാല് മഹാനായ ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ ഹോ ഇസ്മുൻ ജാമിഉൻ, അള്ളാഹു സുബ്ഹാനഹു തആല ഇബാദത്ത് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇബാദത്തിന് അർത്ഥം യഥാർത്ഥത്തിൽ എന്താണ്? ലിക്കുല്ലിമ യുഹിബ്ബുഹുല്ലാഹു വയർല്ലാഹു മിനൽ അഖ്വാലി വൽ അഫ്ആലി ളാഹിറ വൽ ബാത്തിന, അകത്തും പുറത്തുമുള്ള എല്ലാ ഖൗലും അമലും, എല്ലാ അമലും അത് അള്ളാഹുവിന് പൊരുത്തവും ഇഷ്ടവുമുള്ള രീതിയിലായി വരുമ്പോൾ അതെല്ലാം ഇബാദത്തായി മാറും. ഇതാണ് ഇത്ര നമ്മൾ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് പറയുന്നത്. ഇപ്പൊ ഖുർആനില് വളരെ പ്രധാനപ്പെട്ടതായി വരുന്ന അടുത്ത ഒരു പദം, അതിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് ദീൻ എന്നുള്ള പദമാണ്. വിശുദ്ധ ഖുർആനിൽ ദീൻ, അതല്ലെങ്കിൽ അദ്ദീൻ എന്നുള്ള പദം എങ്ങനെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് പോകുന്നത് ഇൻഷാ അല്ലാഹ് നമ്മുടെ കേവലം ഒരു
പോക്ക് എന്നുള്ളതിനേക്കാൾ കൂടുതൽ വിശുദ്ധ ഖുർആനിലെ ദീൻ എങ്ങനെ, ദീനും ഇബാദത്തും റബ്ബും ഇലാഹും ഒക്കെ നമുക്ക് അറിയുന്ന പദങ്ങളാണ്. ഇതിനെ ഖുർആനായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിൽ ഇനി റബ്ബ് വരുമ്പോ റബ്ബ് വരുന്ന ഒരു ആയത്തും വേഗമായിട്ട് ഓടിച്ചു വിടരുത്. അവിടെ ഒന്ന് ഖുർആനോട് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ബാധ്യത 5 ഞാൻ കൂട്ടത്തിൽ പറയാണ് കേട്ടോ. ഒന്ന് തിലാവത്താണ്. എന്താണ് തിലാവത്ത്? 5 ആണ്, ഓർത്തു വെക്കാൻ സുഖമാണ്. ഒന്ന് തിലാവത്ത്, രണ്ടാമത്തേത് തഫക്കുർ, അർത്ഥം മനസ്സിലായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണം. അർത്ഥം മനസ്സിലായതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പണിയാണ് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മൂന്നാമത് തദബ്ബുർ ചെയ്യണം. തദബ്ബുർ ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ കുത്തി ഇരുന്ന് ഗവേഷണം ചെയ്യണം. അപ്പോൾ പലർക്കും പലവിധ, നമ്മുടെ കൂട്ടത്തില് മനാഫ് സാഹിബൊക്കെ അങ്ങനെ അദ്ദേഹത്തിന്റെ ടാസ്ക് ഒക്കെ ഇടുമ്പോൾ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്, ഒരു തദബ്ബുർ പോലെ തോന്നുന്നു. അപ്പോൾ തദബ്ബുർ എന്ന് പറഞ്ഞാൽ, ദുബുർ എന്ന് പറഞ്ഞാൽ പിൻഭാഗം എന്നാണ്. അപ്പോൾ ഒരു സംഗതിയുടെ അവസാന ഭാഗത്ത് കുറച്ചും കൂടി ഒന്ന് സമയം ചെലവഴിക്കുന്നതിനെയാണ്, അത് കഴിഞ്ഞിട്ടും കുറച്ച് സമയം അതിന്റെ പിന്നിലിരിക്കുന്നതിനെയാണ് തദബ്ബുർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നാലാമത്തത് തദക്കുറാണ്. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു എന്നുള്ളതല്ല, എപ്പോഴും റബ്ബന, അതല്ലെങ്കിൽ ഇലാഹന, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ ഒരു നാമം വിളിക്കുമ്പോൾ നമ്മൾ അൽ അസ്മാഉൽ ഹുസ്നയൊക്കെ ഇതിലേക്ക് ഉൾക്കൊള്ളിക്കുമ്പോൾ നമുക്കുണ്ടാവേണ്ടുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് നമ്മുടെ ഒരു ചിന്തയിൽ ഉണ്ടാകേണ്ടത്. പിന്നെ വരുന്നത് തത്ബീഖാണ്. തത്ബീഖ് എന്ന് പറഞ്ഞാൽ പ്രയോഗവൽക്കരണം. ആ 5 കാര്യങ്ങൾ ഏതൊക്കെയാണ് ഒന്ന് പറഞ്ഞു നോക്കി. ഒന്ന് തിലാവത്ത്, 5 ആണ് ഓർക്കാൻ സുഖം. ഒന്ന് തിലാവത്ത്, 2 തഫക്കുർ, മൂന്നാമത്തത് തദബ്ബുർ, നാലാമത്തത് തദക്കുർ. യതദക്കറൂൻ കേട്ടല്ലേ ഖുറാനില്, ഓർക്കാൻ വേണ്ടി, ഉത്ബുദ്ധരാകാൻ വേണ്ടി. അഞ്ചാമത് തത്ബീഖ്. തത്ബീഖ് എന്ന് പറഞ്ഞാൽ നേരിട്ട് ഖുറാനിലുള്ള വാക്കൊന്നല്ല, അപ്ലിക്കേഷൻ എന്നാണ് അതിനർത്ഥം. തത്ബീഖ് നമ്മുടെ മൊബൈലിലൊക്കെ കിടക്കുന്ന ആപ്ലിക്കേഷനെ തത്ബീഖ് എന്നാ പറയാ അറബിയില്. അപ്പോ ഈ 5 ഡ്യൂട്ടികൾ നമുക്ക് ഈ പറയുന്ന പദങ്ങളുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് പറയാനാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ നമ്മൾ ദീനിലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഇപ്പോ പ്രസന്റേഷനിലേക്ക് വന്നാല് നമ്മള് ഇപ്പൊ കിടക്കുന്നത് ദീൻ എന്നുള്ള പദമാണ്. എന്ത് പഠിക്കുമ്പോൾ നമ്മൾ ഭാഷാപരമായി പഠിക്കുന്നുണ്ട്, സാങ്കേതികമായി പഠിക്കുന്നുണ്ട്. ഖുർആനില് ഈ പഠന രീതി ചിലർക്ക് രസകരമായിരിക്കും, ചിലരെ സംബന്ധിച്ചിടത്തോളം എന്താണ് കുറച്ച് ഒന്നുകൂടി എന്താണ് ശ്രദ്ധ കൊടുക്കേണ്ടി വരും കേട്ടോ. ഇതിലേക്ക് ശ്രദ്ധ കൊടുക്കണം. കാരണം ഖുർആനാണല്ലോ നമ്മുടെ ശ്രദ്ധ ഏറ്റവും അർഹിക്കുന്ന ഒരു സംഗതി. നമ്മൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ആ പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കാനൊക്കെ നോക്കും, ബാക്കിയുള്ളവർ വന്ന് ഇടപെടാതിരിക്കാനൊക്കെ നോക്കും. പക്ഷെ ശരിക്കും ഖുർആന്റെ കാര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഖുർആൻ എന്താണോ എന്നുള്ളത്. അപ്പൊ അദ്ദീൻ എന്നുള്ള പദം ദാന എന്ന ക്രിയാരൂപത്തിൽ നിന്നാണ്. ദാന, ദോ ഓർത്തു വെച്ചോ. ദീൻ എന്ന് പറഞ്ഞാല് ദാന, കീഴ്പ്പെട്ടു എന്നാണ്. അതുമായി ബന്ധപ്പെട്ടൊരു പദം എന്തായിരിക്കും വേറെ നിങ്ങൾക്ക് അറിയണം? ദീന് പോലത്തെ വേറൊരു പദം എന്താ? ദൈനല്ലേ? ദൈന് കേട്ടല്ലേ? കടം. അതുപോലെ തന്നെ ദുനിയാവായിട്ട് അങ്ങനെ നേരിട്ടത് വരുമോ എന്ന് ചോദിച്ചാല് അത് വേറെയാണ്. അത് ധനയാണ്. ഇത് ദാനയാണ് കേട്ടോ. ധന യദ്നു ആണ് ദുനിയാവിന്റെ അടിസ്ഥാനം. അത് ഞാൻ വേറെ പറയാം. ദൈന് വരും ഇതിലേക്ക്. ദീനും ദൈനും അടുത്തടുത്തുക്കുന്ന പദങ്ങളാണ്. കാരണം അതിലൊരു കീഴ്പ്പെടലുണ്ടല്ലോ അല്ലെ? കൊടുക്കണ ആളും വാങ്ങണ ആളും ഉണ്ടല്ലോ ഇല്ലേ? അവിടെ ഒരു അത് അങ്ങനെ കരുതാവാനൊന്നും പാടില്ല. പക്ഷെ അപ്പോൾ പോലും ഒരാൾ കടക്കാരനാകുന്നു എന്ന് പറഞ്ഞാൽ വേറൊരാളോട് കടപ്പെട്ടിരിക്കുന്നു എന്നൊരർത്ഥമില്ലേ അതില്? ആ കടം തിരിച്ചു കൊടുക്കുന്നവരെ അയാളോട് കടക്കാരനാണ്. അപ്പൊ അതിൽ തന്നെ ഒരു ദീനുണ്ട്. അപ്പൊ അത് നമുക്ക് പറയാം. ഇനി ഭാഷാപരമായ അർത്ഥം, അൽ ജസാ വൽ ഹിസാബ്. സാധ്യമാകുന്നവരൊക്കെ ഇതിന്റെ ഭാഷാർത്ഥം തന്നെ ഒന്ന് കാണാതൊക്കെ പഠിച്ചാൽ നന്നായിരുന്നു കേട്ടോ. അപ്പൊ ദീൻ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ ഖുറാനില് സുപരിചിതമായ ഒരു ഭാഷാ പ്രയോഗം ദീൻ എന്നുള്ള വാക്ക് എവിടെയൊക്കെ വരുന്നുണ്ടോ അവിടെ ഈ 4 അർത്ഥവും പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലെത്തിയാൽ ഏതർത്ഥമാണ് അവിടെ ആപ്റ്റ് ആവണമെന്ന് നിങ്ങൾക്ക് കുറച്ചും കൂടി തിരിയും. അപ്പൊ അൽ ജസാ വൽ ഹിസാബ്, പ്രതിഫലവും വിചാരണയും എന്നൊരർത്ഥമുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണം. ഇപ്പൊ മാലിക് യൗമിദ്ദീൻ എന്ന് പറയുമ്പോൾ നമ്മള് ദീനിന്റെ ഉടമസ്ഥൻ എന്നല്ലല്ലോ പറയണേ. ദീൻ എന്നുള്ളത് ഭാഷാർത്ഥത്തിൽ അവിടെ പ്രയോഗിക്കപ്പെട്ടുള്ളത്.
നമ്മൾ സാധാരണഗതിയിൽ പറയുന്ന ദീനല്ല. അപ്പോ കമാ തദീനു തുദാൻ എന്ന അറബിയിൽ ഒരു പ്രയോഗമുണ്ട്. കമാ തദീനു തുദാൻ. ഈ അറബി പ്രയോഗങ്ങൾ കാണാതെ പഠിച്ചുള്ള ഒരു സുഖം എന്താണെന്നറിയോ? എന്താണ് സുഖം? ഒരു ഭാഷാ പ്രയോഗം. നമ്മൾ നേരത്തെ ഇബാദത്ത് പഠിച്ചപ്പോ ത്വരീക്ക് മുഅബ്ബദ് എന്ന് പറഞ്ഞില്ലേ, ശീലിച്ച വഴി. അതൊക്കെ കാണാതെ പഠിച്ചു വെച്ചാലുള്ള സുഖം എന്ന് വെച്ചാൽ ഇബാദത്തുമായി ബന്ധപ്പെടുത്തി അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന പദം ഏതായിരുന്നു എന്ന് വെച്ചാൽ ത്വരീക്ക് മുഅബ്ബദ്. പിന്നെ കണക്ട് ചെയ്യാൻ സുഖമാണ്. അപ്പൊ നീ എങ്ങനെ പ്രവർത്തിക്കുന്നുവോ അപ്രകാരം പ്രതിഫലം നൽകപ്പെടും എന്ന അറബി പഴഞ്ചൊല്ല് ഇതിൽ നിന്നുള്ളതാണ്. ജസാ. ഇപ്പൊ ദാന യദീനു ദീൻ എന്നുള്ള പ്രയോഗം നേരത്തെ അറബികൾക്കിടയിലുണ്ട്. പക്ഷെ പ്രതിഫലം എന്നുള്ള അർത്ഥത്തിൽ അവര് എന്ത് ചെയ്യുന്നുണ്ട്? ഉപയോഗിക്കുന്നുണ്ട്. പ്രതിഫലം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇനി അത്വാഅത്തു വൽ ഇൻഖിയാദ്, കീഴ്വഴക്കവും അനുസരണവും. അപ്പൊ ദീൻ എന്നുള്ളതിന് ഒരു ഇബാദത്തിന്റെ വേറൊരു അർത്ഥം വരണുണ്ടാവും. അനുസരണം. ത്വാഅത്ത് എന്ന് പറഞ്ഞ അർത്ഥം ഇബാദത്തിന് കഴിഞ്ഞ ആഴ്ച പഠിച്ചായിരുന്നില്ലേ? ഇബാദത്തിന് പഠിച്ചിരുന്നു. അപ്പൊ അത്വാഅത്തു, അത് കീഴ്പ്പെട്ട് അനുസരിച്ച് ഒരു സംഗതിക്ക് പിന്നാലെ കൂടുമ്പോൾ അതിനെയും ദീൻ എന്ന് പറയും. അപ്പൊ ഇസ്ലാം ഒരു ദീനാകുമ്പോൾ ഇതൊക്കെ കൂടി അതിന് അർത്ഥമുണ്ട്. പക്ഷെ അതിന്റെ ഭാഷാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട, അറബി ഭാഷ നമ്മളെ പോലെ ഒരു സാധാ ഒരു ഭാഷയല്ല. സാധാ ഒരു ഭാഷയല്ല. ആ അറബി ഭാഷയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹു വളരെ പ്രധാനപ്പെട്ടതായിട്ട് ഉന്നയിക്കുന്ന ആശയങ്ങൾ കടഞ്ഞെടുത്തിട്ടുള്ളത് അറബി ഭാഷയിലെ അതിശക്തമായ എന്താണ് മൂലവാക്കുകളിൽ നിന്നാണ്. അതാണ് ഇതിൽ പ്രധാനം. അതായത് അതൊരു സിമ്പിൾ ഒരു വാക്കാണെന്ന് പറഞ്ഞു പോകാൻ പറ്റൂലെന്ന്. അതായത് ഖുറാനിലെ ഏറ്റവും കൂടുതൽ ആവർത്തിക്കപ്പെട്ട ഇത്തരം പദങ്ങൾക്ക് പിന്നിൽ ഇത്തരം ചില പശ്ചാത്തലങ്ങൾ കൂടിയുണ്ട്. അപ്പൊ അത്വാഅത്തു വൽ ഇൻഖിയാദ്, കീഴ്വഴക്കവും അനുസരണവും, ഇതാണ് ദീനിന്റെ മറ്റൊരർത്ഥം. മൂന്നാമത്തേത് അശ്ശരീഅത്തു വൽ മില്ലത്തു വൽ ആദത്തു, നിയമം, ജീവിത രീതി, വിശ്വാസ പ്രമാണം, അല്ലെങ്കിൽ ആദത്ത്, ഒരു കൂട്ടരുടെ കസ്റ്റമറി പ്രാക്ടീസസ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അവരുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ആചാരങ്ങൾ, ഓരോ പല ഗോത്രങ്ങൾക്ക്, പല സമൂഹങ്ങൾക്ക്, അതിനെയും ദീൻ എന്ന് പറയും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിനെ കുറിച്ച് പറഞ്ഞപ്പോ അള്ളാഹുവിന്റെ ദീനിനെ അദ്ദീൻ എന്നാ പറഞ്ഞുള്ളത്. അപ്പൊ അദ്ദീനൊക്കെ എങ്ങനെയാണ് വേർപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ ആയത്തുകളിലേക്ക് വരുമ്പോൾ പരിശോധന നടത്തും. എല്ലാ ആയത്തുകളിലേക്കും പോകാൻ പറ്റൂല. പക്ഷെ എങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടെ സമയം കൊടുത്തുകൊണ്ടുകൂടി, പുതിയ കാലത്ത് പഠനം വളരെ എളുപ്പമുള്ള കാര്യമാണ്, പഠിക്കാൻ ഇറങ്ങുന്നവർക്ക്, അല്ലാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മറ്റൊന്ന് അൽ ഖലാഉ വസ്സുൽത്താൻ, അധികാരവും വിധി തീർപ്പും. ഒരു സംഗതിയിൽ അങ്ങോട്ട് എന്താണ് ജഡ്ജ്മെന്റ് പറയുന്നതിനെയും എന്ത് പറയും? ദീൻ എന്ന് പറയും. അപ്പോൾ തഫ്സീർ ഇബ്നു കസീറിൽ, അതുപോലെ തന്നെ മറ്റ് പല തഫ്സീറുകളിലും ഖുറാനിലെ ഈ 4 ഭാഷാർത്ഥങ്ങളും ഉപയോഗിച്ചു. അപ്പൊ ദീൻ എന്ന് പറയുമ്പോൾ ഉടനെ തന്നെ 4 അർത്ഥങ്ങൾ വരിക. ഈ 4 അർത്ഥവും ഇനിയിപ്പോ ഒരാൾ ആദ്യത്തെ ശരീഅത്ത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ ജസാ ഹിസാബ് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. ഇതൊക്കെ ഒരു പഠനത്തിന് ഒരു രീതി എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞു എന്നുള്ളൂ. ഇനി ഇതൊന്നും 4ഉം കാണാതെ പഠിച്ചില്ലെന്ന് വെച്ചില്ല എങ്കിൽ പോലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ ഒരു റീകോളിംഗിലേക്ക് ഇത് വന്നാൽ മതി, ഒരു സബ് കോൺഷ്യസ് മെമ്മറിയിലെങ്കിലും ഇത് കിടന്നാൽ മതി. ഇനി സാങ്കേതികമായി അർത്ഥം പറഞ്ഞാൽ ദീൻ, ഈ പറഞ്ഞ ഈ 4ന്റെയും കൂടി ഒരു സമഗ്രമായ ഒരു അർത്ഥം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഒരു മനുഷ്യൻ തൻ്റെ മുഴുവൻ ജീവിതത്തിലും അനുസരിക്കുകയും കീഴടങ്ങുകയും ചെയ്യുന്ന സമഗ്രമായ ജീവിത വ്യവസ്ഥക്കാണ് ദീൻ എന്ന് പറയുന്നത്. അപ്പോ ഇന്ന് നമ്മുടെ നാട്ടില് ദീനില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? ചിലവരെ കുറിച്ച് പറയൂലേ ദീനില്ലാന്ന്. ദീനൊന്നും ഇല്ലാത്ത ആളാണെന്ന് പറയില്ലേ? ശരിക്കും ദീൻ എല്ലാവർക്കും ഉണ്ട്. അതായത് അയാൾ ആർക്കാണോ, ചിലവര് പാർട്ടിക്ക് കീഴ്പ്പെട്ടിട്ടായിരിക്കും ജീവിക്കുക, അപ്പൊ പാർട്ടിയാണ് അയാളുടെ ദീൻ. ചിലവർക്ക് എന്താണ് ജീവിതത്തിൽ ലിബറലിസം ആയിരിക്കും. ലിബറലിസം എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിസം, കുറച്ചും കൂടി വ്യക്തിമാത്രവാദം. ഞാൻ എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. അയാളുടെ ദീൻ ഏതാ? അയാളുടെ ദീൻ അപ്പാരന്റ്ലി അയാളുടെ ദീൻ എന്ന് പറയുന്നത് അയാളാണ്. അയാളുടെ തോന്നിയവാസം എന്നൊക്കെ പറയില്ലേ? തോന്നിയവാസം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തോന്നിയതുപോലെ വസിക്കുന്ന ഒരാൾ എവിടെയാണോ ഉള്ളത് അതിനെപ്പോലെ പോയി താമസിക്കുകയും അതിന് പ്രത്യേകിച്ചൊരു ആൻസറബിലിറ്റിയോ അക്കൗണ്ടബിലിറ്റിയോ ഇല്ലാതെ ഒരാൾ ജീവിക്കുന്നു. അയാൾക്ക് ദീനുണ്ട്. അയാളുടെ ദീൻ എന്ന് പറഞ്ഞാൽ ഹവയാണ്.
നമ്മൾ ഇലാഹ് പറഞ്ഞപ്പോൾ പറഞ്ഞില്ല, അഫറഅയ്ത മൻ ഇത്തഖദ ഇലാഹഹു ഹവാ, അവന്റെ സ്വന്തം താല്പര്യത്തെ അവന്റെ ഇലാഹായി വെച്ചവൻ, അവന്റെ ദീനാരാ? അവന്റെ ദീൻ എന്നുള്ളത് അവന്റെ ഇപ്പോഴുള്ള ജീവിത സ്റ്റൈലാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് പോയാല് ഇതിനൊക്കെ നമ്മളൊന്ന് പരിശോധിക്കണം കേട്ടോ. അതിൽ ഞാൻ ഇന്ന് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ കുറച്ച് കോട്ടുകൾ ചേർത്തിട്ടുണ്ട്. നമ്മൾ ഇങ്ങനെ പല സന്ദർഭങ്ങളാണ് തഫ്സീർ ഖുർത്തുബി, തഫ്സീർ ഇബ്നു കസീറൊക്കെ നമ്മൾ പരിശോധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ എല്ലാ ആഴ്ചയിലും അത് പ്രായോഗികം ആയിക്കൊള്ളണമെന്നില്ല, കാരണം നമുക്ക് ഒരുപാട് ടൈം എടുക്കും. ഇപ്പൊ സൂറത്തുൽ ഫാത്തിഹയില് മാലിക് യൗമിദ്ദീൻ, നേരത്തെ അൽ ജസാഉ വൽ ഹിസാബ്, പ്രതിഫല നാളിന്റെ അധിപൻ, തീർപ്പുകൾ നൽകുന്ന വാസരേ ദൈവമേ എന്നാണ് അമൃതവാണിയില് കെ ജി രാഘവൻ നായർ ഇതിനെ കുറിച്ച് പറഞ്ഞത്. തീർപ്പുകൾ നൽകുന്ന വാസരം എന്ന് പറഞ്ഞ ദിവസം. അപ്പോ മാലിക് യൗമിദ്ദീൻ, ദീനിന്റെ ഉടമസ്ഥ, മാലിക്കുദ്ദീൻ എന്ന് തന്നെ പറഞ്ഞാൽ പോരെ? ഒന്നാലോചിച്ച് നിങ്ങള്, ദീനിന്റെ ഉടമസ്ഥൻ എന്ന് പറഞ്ഞാൽ പോരെ വേണമെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അവിടെ യൗമുദ്ദീൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് യൗമുദ്ദീൻ, അപ്പൊ അതിന്റെ അർത്ഥം മാറി. ദീനിന്റെ ദിവസം എന്നുള്ളത് പ്രതിഫല ദിവസത്തിന്റെ, ഇസ്ലാം എന്ന് പറഞ്ഞാല് ഇസ്ലാമിന്റെ തന്നെ ഒരു ഭാഗമാണ് പ്രതിഫലം. പ്രതിഫലം എന്ന് പറഞ്ഞാൽ രക്ഷയോ ആകാം, ശിക്ഷയോ ആകാം, നരകമോ ആകാം, സ്വർഗമോ ആകാം, അതാണ് അവാർഡോ ആകാം, ഫൈനോ ആകാം, അല്ലെ? എന്ത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പൊ തഫ്സീർ ഇബ്നു കസീറിൽ അദ്ദേഹം പറയാണ്, യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ യൗമുൽ ഹിസാബിലിൽ ഖലായിക്, അള്ളാഹുവിന്റെ മഖലൂക്കുകൾക്കുള്ള യൗമുൽ ഹിസാബ്, ഹിസാബിന്റെ ദിവസമാണ് എന്ത്? യൗമുദ്ദീൻ. വഹുവ യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളിന്റെ ദിവസമാണ്. ഖിയാമത്ത് നാളിന്റെ ദിവസം എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് നിൽക്കേണ്ടി വരുന്ന ദിവസം എന്നും കൂടി അർത്ഥമുണ്ട് കേട്ടോ. അപ്പോ എന്തുകൊണ്ടാണ് നമസ്കാരത്തിന് ഒരു പേരുണ്ടല്ലോ, എന്താണ്? ഖിയാം എന്നാണ്, അല്ലെ? ഖിയാമത്ത് നാള് എന്ന് പറഞ്ഞാൽ നോക്കിയേ, എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസം. നിസ്കാരവും ഖിയാമത്ത് നാളും തമ്മിലൊരു ബന്ധമുണ്ട് കേട്ടോ. സംഭവം മനസ്സിലായോ? ഖിയാമും ഖിയാമത്തും തമ്മിലൊരു വല്ലാത്തൊരു ബന്ധമുണ്ട്. എഴുന്നേറ്റ് നിൽക്കുന്ന സംഭവമാണ് ശരിക്കും. നമസ്കാരം എന്ന് പറയുന്നിടത്ത് സുജൂദ് റുക്കുവൊക്കെ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും ഖിയാം എന്നാണല്ലോ പറയാ നിസ്കാരത്തിനെ കുറിച്ച്. അപ്പോ യൗമുൽ ഖിയാമ, അതിന്റെ അവ്വലുമായി യുഹാസബു ബിഹിൽ അബ്ദു യൗമുൽ ഖിയാമ എന്താണ്? ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് എന്താണ്? അൽ ഖിയാമ. ഖിയാമത്ത് നാളിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഖിയാമിനെ കുറിച്ചാണ്, നമസ്കാരത്തെ കുറിച്ചാണ്. ഇനി യുദാനൂന ബിഅമാലിഹിം, അവർക്ക് അവരുടെ പ്രതിഫലങ്ങൾ നൽകപ്പെടും, അവരുടെ കർമ്മങ്ങൾക്കനുസരിച്ച് നൽകപ്പെടും. ഇൻ ഖൈറൻ, ഖൈറാണെങ്കിൽ ഫഖൈറുൻ, എന്ത് ഖൈർ? ജീവിതത്തിൽ ഖൈറാണെങ്കിൽ, അല്ലെ? വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ഖൈറൻ യറ, വമയ്യഅമൽ മിസ്കാല ദർറത്തിൻ ശർറൻ യറ, വഇൻ ശർറൻ ഫശർറുൻ. അപ്പൊ മാലിക് യൗമിദ്ദീൻ എന്നുള്ളതിന്റെ ഒക്കെ തഫ്സീർ, ഈ തഫ്സീർ അധികം വായിച്ചു പോയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൽ തന്നെ 2 ദിവസം 3 ദിവസമൊക്കെ ഒരു ആയത്തിനെ കുറിച്ച് പറയാം. അതുകൊണ്ടാണ് നമ്മൾ ആ തഹ്ലീലി ടൈപ്പ് മാറ്റിയിട്ട് ഇതിലേക്ക് കടന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തന്നെ ഇനി ഇപ്പൊ ഞാനിവിടെ ഈ 3 പോയിന്റിൽ, ബുള്ളറ്റ് പോയിന്റിൽ 3 ആക്കി കൊടുത്തിട്ടുള്ളത് തഫ്ഹീമുൽ ഖുർആനിലെ പോയിന്റ്സ് ആണ് കേട്ടോ. ദീൻ എന്നാൽ പ്രതിഫലം, വിചാരണ, വിധി തീർപ്പ് എന്നിവയാണ്. തഫ്ഹീമുൽ ഖുർആനിലെ മൗദൂദ് സാഹിബ് പറയുന്നതാണ്. പ്രവർത്തികൾക്ക് അള്ളാഹുവിന്റെ സമക്ഷം കണക്കു പറയേണ്ട പരലോക ദിനത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. അള്ളാഹു എന്ന് കേവലം ജഡ്ജി മാത്രമല്ല, സർവാധിപനായ ഉടമസ്ഥനാണ്, അല്ലെ? അള്ളാഹു എന്ന് എന്താണ്? വിധി പറയുന്നവൻ മാത്രമല്ല, ആ ദിവസത്തിന്റെ ഉടമസ്ഥൻ കൂടിയാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നൽകാവുന്ന ഏറ്റവും നല്ല വിശേഷണം എന്താ? ആരാണ് റഫറി നോക്കിയിട്ട്, അല്ലെ? സംഭവം എന്ന് വെച്ചാല് ഈ റഫറിക്ക് വളരെ പ്രാധാന്യമുണ്ട് ഏത് സംഗതിയിലും. റഫറിയോ അമ്പയറോ ഇതിനൊക്കെ, അതായത് നിയമങ്ങൾ, മറ്റ് സംഗതികൾ, ഇതിനൊക്കെ. അപ്പോ ഈ നിയമവും ഇതൊക്കെ ഉണ്ടാക്കുന്നത് ഏതോ ഒരു ഫിഫയും, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറയണ്ടോ, അത് ഏതോ ഒരു റഫറി തെറ്റ് പറ്റാവുന്ന രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയല്ല. മാലിക് യൗമിദ്ദീൻ, ഈ പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ തന്നെ ആരാണ്? അള്ളാഹുവാണ്. അതായത് അള്ളാഹ്ക്ക് ഇതില് പിഴവ് പറ്റുന്ന പ്രശ്നമില്ല. വേറൊരാൾ ഡിസൈൻ ചെയ്തു,
വേറൊരാൾ എന്തൊക്കെയോ ഉണ്ടാക്കി, എന്നിട്ട് ജുഡീഷ്യറി മാത്രമാണ് നമ്മുടെ നാട്ടിലുള്ള പോലെ ലെജിസ്ലേഷൻ വേറെ ആൾക്കാരും ജുഡീഷ്യറി വേറെ ആൾക്കാരും എന്ന് പറയുന്ന അവസ്ഥയല്ല ഉള്ളത്. അള്ളാഹുവാണ് അതിൻ്റെ ഉടമസ്ഥ. ഇതേ ആശയം തന്നെയാണ് സൂറത്തു ദാരിയാത്തിലുള്ളത്. ഇന്നമാ തുഅദൂന ലസ്വാദിഖ് വഇന്നദ്ദീന ലവാഖിഅ. നിങ്ങൾ എന്തുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെടുന്നുവോ അതൊക്കെ ലസ്വാദിഖുൻ. സ്വാദിഖ് എന്ന് പറഞ്ഞാൽ എന്താ? സത്യസന്ധമായി പുലരും എന്നാണ്. സത്യസന്ധം ശരിക്കും സിദ്ദുക്ക് എന്ന് പറഞ്ഞാൽ ഈ കുന്തത്തിന്റെ നടുഭാഗത്തിന് ഏറ്റവും ശക്തമായ ഭാഗത്തിനാണ് സിദ്ദുക്ക് എന്ന് പറയാം അറബി ഭാഷയിൽ. നമ്മൾ ഭാഷാർത്ഥത്തിലേക്കൊന്നും അധികം പോകുന്നില്ല. അപ്പോ അതായത് ഏറ്റവും എന്താണ്, ഏറ്റവും കനവും ഗാംഭീര്യവും കരുത്തോടുകൂടി പുലരുകയും ചെയ്യുന്നത് ആണ് പരലോകം. ഇന്ന ദീന ലവാഖിഅ, തീർച്ചയായും ദീൻ സംഭവിക്കുക തന്നെ ചെയ്യും. അപ്പൊ അവിടെ ഒരിക്കലും നമുക്ക് നമ്മുടെ ദീനിനെ കുറിച്ച് പറയാൻ പറ്റൂലല്ലോ. ഇപ്പൊ നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദീനിനെ കുറിച്ച് അവിടെ അർത്ഥം പറയാൻ പറ്റൂല. അപ്പൊ ഇന്ന ദീന, തീർച്ചയായും ദീൻ ലവാഖിഉൻ, അത് സംഭവിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ പ്രതിഫല ദിനത്തിന്റെ വിചാരണ സംഭവിക്കും എന്നാണ്. ഈ ലോകത്ത് ഇത് കേൾക്കുമ്പോ രണ്ടു കൂട്ടർക്ക് രണ്ടനുഭവം ഉണ്ടാവുക. ഒന്ന്, ഈ ലോകത്തും കഴിഞ്ഞ് ഒന്നുമില്ല എന്ന് കരുതുന്നവനെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ഉൾക്കിടിലുള്ള സാധനം അല്ലെ. ഇങ്ങനെയൊന്നല്ല, വേറൊരു നാള് വരാനുണ്ട്, നീ ഇതുകൊണ്ട് കഴിഞ്ഞു പോയി എന്നൊന്നും കരുതണ്ട. ചില ആളുകള് ചില ഈ കോടതി വിധികളൊക്കെ തങ്ങൾക്ക് അനുകൂലമായിട്ട് എന്താണ് സംഘടിപ്പിച്ചും ഈ ലോകത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വിജയിച്ചു എന്ന് വരും. പക്ഷെ പടച്ചോൻ പറയണ് അത് ഇവിടുത്തെ കോടതികളിലല്ലേ, യഥാർത്ഥ വിധി വരാനിരിക്കുന്നു, യഥാർത്ഥ പ്രതിഫലം വരാനിരിക്കുന്നു. പക്ഷേ അത് അങ്ങനെയുള്ള ഒരു അക്രമിയെ സംബന്ധിച്ച് ഇന്ന് അതല്ല. ഒരാള് ഇപ്പുറത്തുള്ള സൈഡ്, അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ടു, അയാൾക്കാകട്ടെ ഇത് ആശ്വാസമാണ്. ഖുറാനിലെ ചില ആയത്തൊക്കെ ഉണ്ടാവൂലേ, ഇന്ന ദീന ലവാഖിഅ, വേറൊരു ദിവസം വരും, അന്ന് നിങ്ങൾക്ക് പ്രതിഫലം കിട്ടും, അന്ന് കൂലി കിട്ടും. അപ്പൊ ഈ ലോകത്ത് നന്മ ചെയ്യുന്നതിന് തിന്മ ചെയ്യുന്നതിന് മനുഷ്യർ ഇവിടെ വെച്ചിട്ടുള്ള കുറെ കാരണങ്ങളെ മാത്രം നമ്മൾ മനസ്സിലാക്കിയാല് മനുഷ്യര് ദുനിയാവിൽ ജീവിക്കാൻ തന്നെ പറ്റൂല. ദുനിയാവിൽ ജീവിക്കാൻ തന്നെ പറ്റൂല. അപ്പൊ നമ്മുടെ ചുറ്റും നടക്കുന്ന ഒരുപാട് കാര്യങ്ങൾക്ക് ദീൻ പ്രതിഫല ദിവസം സംഭവിക്കും, അതല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ ഒരു ദിനം വരാനുണ്ട് എന്നുള്ളത്. അപ്പൊ ദീൻ എന്നുള്ളതിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ആശയം അള്ളാഹു അവിടെ പറയാണ് കേട്ടോ. അതായത് ഇബ്നു കസീർ അദ്ദേഹം പറയാണ് ലകാഇനുൻ വാഖിഉൻ ലാ മഹാല. ലാ മഹാല എന്ന് പറഞ്ഞ അറബിയിൽ ഒരു പ്രയോഗമാണ്. സംശയലേശമന്യേ, സന്ദേഹലേശമന്യേ, ഒരു തരത്തിലും ഒരു സംശയത്തിനും ഇടയില്ലാത്ത വണ്ണം അത് സംഭവിക്കും. ലകാഇനുൻ എന്ന് പറഞ്ഞ കാന, വാഖിഉൻ എന്ന് പറഞ്ഞ വഖഅ, അത് സംഭവിക്കും. വഹുവൽ ഹിസാബു വൽ ജസാ, ഒന്ന് വിചാരണ, മറ്റൊന്ന് വൽ ജസാ, പ്രതിഫലം അല്ലെ. ഒരാൾക്ക് അയാളുടെ സംഗതി തൂക്കിയെടുക്കുമ്പോൾ കുറഞ്ഞു പോയിന്നൊരു പ്രശ്നമൊക്കെ ഉണ്ടാവില്ല, അതൊന്നും ഉണ്ടാവില്ല. അള്ളാഹ് കൂടുതൽ തരല്ലാതെ കുറഞ്ഞു പോകുന്ന പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഭൗതിക ലോകത്തിലെ മുഴുവൻ കർമ്മങ്ങളും വിചാരണ ചെയ്യപ്പെടും. പരലോകത്തെ പ്രതിഫല നടപടികൾ നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം. സൂറത്തു ദാരിയാത്ത് സാധിക്കുന്നവര് ഈ ആയത്ത് കുഞ്ഞു കുഞ്ഞായത്തല്ലേ, കാണാതെ പഠിക്കട്ടോ. ഇനി ഇതും അതേപോലത്തെ ഒരു ആയത്താണ്. ഭാഷാപരമായി പ്രതിഫലം വിചാരണ. ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ. നമ്മൾ അള്ളാഹുവിന്റെ അധിക ഗുണവിശേഷങ്ങൾ പഠിച്ചപ്പോ അഹ്കമുൽ ഹാക്കിമീൻ പറഞ്ഞു തന്നില്ലേ. വേറെ ഏതായിരുന്നു ഇതേപോലത്തെ? അഹ്സനുൽ എന്താണ്? അഹ്സനുൽ ഖാലിഖീൻ അല്ലെ. ഓക്കെ. അപ്പൊ അഹ്കമുൽ ഹാക്കിമീൻ, വിധികർത്താക്കളിൽ ഏറ്റവും നല്ല വിധികർത്താവ് അള്ളാഹു അല്ലയോ? ഇത് നമ്മൾ പറയാറുണ്ട്. എന്നിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, ഏതാണ് അറിയോ ആർക്കെങ്കിലും? സൂറത്തു അത്തീനിലെ ഈ ആയത്ത്. ബല, ബല പറഞ്ഞോളൂ. ബല വ അന അല ദാലിക മിന ഷാഹിദീൻ അല്ലെ. ബല, അതെ അതെ അതെ. അലൈസ വന്നു കഴിഞ്ഞാൽ അതേ എന്ന് പറയുന്നതിന് നഅം എന്ന് പറയരുത്, അപ്പോ അല്ല എന്നാണ് അർത്ഥം വരിക കേട്ടോ. അലൈസ എന്ന് പറയുമ്പോ അലൈസ ചോദിച്ചിട്ട് നഅം എന്ന് പറഞ്ഞാല് അല്ല എന്നർത്ഥം. അലൈസ വരുമ്പോ ബല എന്ന് പറയണം കേട്ടോ.
അങ്ങനെയല്ലയോ? അപ്പൊ ബല, അതെ. വ അന അലാ ദാലിക മിനശ് ഷാഹിദീൻ. അള്ളാഹു ഏറ്റവും മികച്ച വിധികർത്താവാണ് എന്നുള്ളതിന് ഞാനും സാക്ഷ്യം വഹിക്കുന്നവരുടെ കൂട്ടത്തിൽ സാക്ഷ്യം വഹിക്കുന്നു. ഓ ഫമായുക്കദ്ദിബുക ബഅദു ബിദ്ദീൻ. അപ്പോ ഇതിന്റെ അർത്ഥം ഇബ്നു കസീർ പറയാണ് ബിൽ മആദ്, അതെ, മടങ്ങിച്ചെല്ലേണ്ടുന്ന സ്ഥലം, വൽ ജസ, പ്രതിഫലം, വൽ ഹിസാബ്, വിചാരണ. മടങ്ങി വരവിനെയും പ്രതിഫലത്തെയും വിചാരണയെയുമാണ് ഇതിലൂടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത്. മനുഷ്യ സൃഷ്ടിയും ഉത്തരവാദിത്തങ്ങളും വിചാരണ ദിനത്തിന്റെ അനിവാര്യതയെ കാണിക്കുന്നു. അപ്പൊ എന്താ പറഞ്ഞത്, മനസ്സിലായോ? മനുഷ്യ സൃഷ്ടിയും ഉത്തരവാദിത്തങ്ങളും. കാരണം ഈ സൂറത്തു തീനിലെ തൊട്ട് മുമ്പ് പറഞ്ഞ എന്താ? ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി ഫലഹും അജ്റുൻ ഗൈറു മംനൂൻ ഫമാ യുകദ്ദിബുക. അപ്പൊ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ ഉഷാറായി സൃഷ്ടിച്ച അള്ളാഹു, ഈ അള്ളാഹു ഇതൊക്കെ മനുഷ്യനെ എന്താണ്, മനുഷ്യന് ഇത്ര സൂപ്പറായിട്ട് പടച്ച അള്ളാഹു ഇനി അവനെ കുറിച്ച് ഇനിയിപ്പോ നാളെ അവന് ബാക്കി പരലോകമൊന്നും ഇല്ല എന്നാണോ കരുതുന്നത്? പടച്ചോനെ കുറിച്ച് അങ്ങനെയാണോ നിങ്ങളുടെ ധാരണ എന്ന് പറയാൻ വേണ്ടി ഏറ്റവും മികച്ച ഉദാഹരണം മനുഷ്യ സൃഷ്ടിപ്പാണ് വെച്ച്. ഇനി ദൈവിക നീതിപീഠത്തിലെ പ്രതിഫല നടപടിയെ നിഷേധിക്കുന്നത് യുക്തിഹീനമാണ്. ഒരാൾ പറയണം നാളെ പരലോകമൊന്നുമില്ല, അമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ, പരലോകവും ഇല്ല, ഇനി എന്തിനാണ് നാളെ പരലോകം? കാരണം ശരിക്കും അവനാണ് യുക്തിയില്ലാത്തവൻ. നമ്മുടെ നാട്ടിലെ യുക്തിവാദി ആരാ? ഭയങ്കര ബുദ്ധിയുണ്ടെന്ന് കരുതണോ? അല്ലേ? ആണോ? ആണ്. നമ്മൾക്കല്ലേ യുക്തി ഇല്ലാന്ന് അവര് കരുതുന്നത്. നമ്മുടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നാളെ പരലോകം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണോ, വേറൊരർത്ഥത്തിൽ പരലോകം ഇല്ല എന്ന് വിശ്വസിക്കുന്നതാണോ കുറച്ചുകൂടി? ഇനി വേറെ ഒന്നും ആട്ടെ, ഇതൊന്നുമില്ല, ഒന്ന് ബേസിക് ലോജിക് അനുസരിച്ച് എന്താണ് ശരി? ഈ ലോകത്ത് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ കാഴ്ചകൾ, ഒരുപാട് മനുഷ്യർക്ക് ചുറ്റും അവരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ, അവരുടേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് പിന്തള്ളപ്പെട്ടതോ പുറത്താക്കപ്പെട്ടതോ അനുഭവിക്കുന്നതോ ആയ സുഖദുഃഖങ്ങൾ, പരലോകം വേണ്ടേ? ഈ ലോകത്ത് സംഭവിക്കുന്നത് എല്ലാവർക്കും നീതിയാണോ? അല്ലല്ലോ. അപ്പൊ നീതി വേണ്ടേ? ബി അഹ്കമിൽ ഹാക്കിമീൻ, നീതിമാനായ അള്ളാഹുവിന്റെ ഒരു ദിവസം വരണ്ടേ? അപ്പൊ ദീൻ എന്നുള്ളത് അത്തരത്തിൽ ഉൾക്കൊള്ളുന്ന ഒരു പദമാണ്. ഇനി കീഴ്വഴക്കവും അനുസരണവും, ഇതിലാണ് കേട്ടോ കൂടുതലും നമ്മൾ പറയുന്ന ഇസ്ലാം ദീനാണെന്നൊക്കെ പറയില്ലേ. അപ്പോ അവിടെ കൂടുതലും പ്രധാനപ്പെട്ട ഒരു ആയത്തായിട്ട് വരുന്ന ഒരു സാധനം ഇതാണ്. അപ്പൊ ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. സൂറത്ത് സുമറിലെ ആയത്തിൽ അള്ളാഹ് പറയാണ് ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ്, അല്ലയോ റസൂലെ താങ്കൾക്ക് കിതാബ് നാം ഇറക്കി തന്നു. ബിൽ ഹഖ്, അത് അതിൻ്റെ എല്ലാവിധ തികവോടും സത്യസന്ധതയോടുകൂടിയും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ടുമാണ് ഈ നുബുവത്തുള്ളത്. വെറുതെ എന്തോ ഒരു കഥാപുസ്തകം ഒന്നല്ലല്ലോ. അള്ളാഹ് ഒരു കിതാബ് ഇറക്കുമ്പോൾ ആ കിതാബിന്റെ പ്രത്യേകത എന്താ? ബിൽ ഹക്ക്, ന്യായം വിധിക്കാൻ, സത്യം സാക്ഷ്യം വഹിച്ചുകൊണ്ട്, യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ കിതാബ് വരുന്നത്. അതുകൊണ്ട് ഫഅബ്ദുല്ലാഹ്, നീ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യണം. മുഖ്ലിസൻ, ഇഖ്ലാസോടുകൂടി, ലഹു അദ്ദീൻ, മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ അവന് മാത്രമാക്കുക. അതായത് അവിടെ അനുസരണം എന്നൊരർത്ഥമാണ് ദീനിന് വരുന്നത്, കീഴ്പ്പെടൽ. അതായത് അള്ളാഹുവിന് കീഴ്പ്പെട്ടുകൊണ്ട് നീ ഇബാദത്ത് ചെയ്യുക. അപ്പൊ ഇബാദത്തും ദീനും ഒരുമിച്ച് വരുന്നു. ഇബാദത്തും ഇലാഹും ഒരുമിച്ച് വരുന്നത് നിങ്ങൾ കേട്ടില്ലേ? എവിടെയായിരുന്നു? ഒരായത്ത് പറഞ്ഞു നിങ്ങൾ, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞായിരുന്നു. അതാണ് ഇബാദത്തും ഇലാഹു ഒരുമിച്ച് വരുന്നുണ്ട്, ഇബാദത്തും റബ്ബ് ഒരുമിച്ച് വരുന്നുണ്ട്, ഇല്ലേ? ലാ ഇലാഹ ഇല്ലാ ഫഅബ്ദു അള്ളാഹു. അതുപോലെ തന്നെ എന്താണ്? വഅബ്ദു റബ്ബക, അല്ലെ? ഇബാദത്തും റബ്ബ് ഒരുമിച്ച് വന്നു. ഇബാദത്തും എന്താണ്? ലാ അനിഅബ്ദുല്ലാഹ വജ്തനിബു
അബ്ദുല്ലാഹ എന്നല്ലേ, അള്ളാഹു ഇലാഹ് അതിലേക്ക് ചേർന്ന് വന്നു. ഇബാദുർ റഹ്മാൻ. ആ ഇബാദുർ റഹ്മാൻ, റഹ്മാനിലേക്ക് ഇബാദത്ത് ചേർന്ന് വന്നു. ഇവിടെ നോക്ക്, ദീനിലേക്ക് ഇബാദത്ത് എന്തിലേക്കൊക്കെയാണ് ചേരുന്നത്? വളരെ അത്ഭുതകരമായ അനുഭവമാണ്. ഓക്കെ, അപ്പോ ഇത് ഒരു മിനിറ്റ്. ഓക്കെ, തുടരാം. അപ്പോ അതിന്റെ അർത്ഥം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിൽ പറയാ, അഖ്ലിസിൽ ഇബാദത്ത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹ്. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമാക്കി ഇഖ്ലാസോട് കൂടിയിട്ട് ഇബാദത്താക്കുക. വദുഉ ഇലൈഹി വഹ്ദഹു, അള്ളാഹുവിലേക്ക് മാത്രം ദുആ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഇതിങ്ങനെ പഠിക്കുമ്പോൾ ഇലാഹും റബ്ബും ഇബാദത്തും ദീനും പഠിച്ചപ്പോ ഇങ്ങനെ ഓരോ വാക്ക് അതിനോട് ഇങ്ങനെ ബന്ധപ്പെട്ട് വരുന്നതാണ്. കണ്ടോ, ഈ ദുആ വന്നാണ്ടോ അപ്പൊ അവിടെ. ഇനി അടുത്തവിടുത്തെ ശരീക്ക് വന്നു, ശരീക്കിൽ അവിടെ ഷിർക്ക് വരും. ഇതൊക്കെ കണക്റ്റഡ് വേർഡ്സ് ആണ്. ഇനി കുറച്ച് സ്ഥലത്ത് എത്തുമ്പോ ആബിദൂൻ വരും, എന്താണ് മുഷിരിക്കൂൻ വരും. ഇങ്ങനെ ഈ ഒരു കണക്ഷനിലൂടെ പോയി കഴിഞ്ഞാല് ഖുറാനിലെ ഏത് ഭാഗവും നമുക്ക് ഒന്ന് കുത്തിയിരുന്ന് ആലോചിക്കാനുള്ള വകുപ്പ് കിട്ടും. നമുക്കിരുന്ന് കിട്ടുന്നല്ല, കുത്തിയിരുന്ന് ആലോചിച്ചവരുടെ ചിന്തകൾ നമ്മൾ കുറച്ച് വായിച്ചാലും നമുക്ക് കുറച്ച് മനസ്സിലാക്കാൻ കിട്ടും. നമ്മളതിന് മാത്രം കപ്പാസിറ്റി ഉള്ളവർ ആണ് എന്നല്ല അമ്മ പറയുന്നത്. അതായത് ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിൽ പറയാം, അഖ്ലിസിൽ ഇബാദത ലില്ലാഹി വഹ്ദഹു ലാ ശരീക ലഹു വദുഉ ഇലൈഹി വഹ്ദഹു. യാതൊരു പങ്കുകാരനുമില്ലാത്ത അള്ളാഹുവിന് മാത്രം ആരാധന, ഇബാദത്ത് അങ്ങേയറ്റം നിഷ്കളങ്കമാക്കുക, അവനിലേക്ക് മാത്രം പ്രാർത്ഥനകൾ അർപ്പിക്കുക. ദീൻ എന്നാൽ പൂർണ്ണമായ കീഴടങ്ങലും അനുസരണവുമാണ്. അപ്പൊ പൂർണ്ണമായ അനുസരണമാണെന്നുള്ളതിന് സൂറത്തു സുമറിലെ ആയത് ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖി ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് വെക്കുക. അപ്പൊ അള്ളാഹിന് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നിടത്ത് കുറെ പദങ്ങളുണ്ട്. പക്ഷെ ഇവിടെ ഫഅബ്ദുല്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ, ദീൻ അവന് മാത്രമാക്കുക, ദീൻ അവന് മാത്രമാക്കിയിട്ട് ഇബാദത്ത് ചെയ്യുക എന്നാണ് പറയുന്നത്. വേണമെങ്കിൽ ഇബാദത്ത് ചെയ്യാന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പൊ അവിടെ ദീൻ വളരെ പ്രധാനപ്പെട്ടാണ്. അതായത് പോണ എന്താണ് ഡ്രൈവർ മാത്രം ഉഷാറായിട്ട് കാര്യമില്ല, മനസ്സിലായോ? കൊടുക്കേണ്ട ഫെയർ ഒരേപോലെ ആയിട്ട് കാര്യമില്ല, പോകേണ്ട റൂട്ട് എന്താവണം, ശരിയാവണം. അങ്ങനെ കുറെ പണികളുണ്ട് ഇതില്. ഇബാദത്ത് ശരിയാവണം, ഇലാഹ് ശരിയാവണം, ഇലാഹ് റബ്ബന്നെ ആവണം. പക്ഷെ ഇലാഹിനെ ഇബാദത്ത് ചെയ്യേണ്ടത് എന്ത് വഴിയിലാകണം? ദീനിലാവണം. മനസ്സിലായോ? റബ്ബായ ഇലാഹിനെ ഇബാദത്ത് ചെയ്യേണ്ടത് യഥാർത്ഥ ദീനിന്റെ വഴിയിലായിരിക്കണം. ഇതാണ് അതിന്റെ കണക്ഷൻ. ഈ 4 വേർഡുകളുടെ കണക്ഷൻ ഉണ്ടല്ലോ. ഈ ലോകത്തിന്റെ റബ്ബായ ഇലാഹിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ എന്ന് പറയുമ്പോൾ ആ ഇബാദത്തും, ചിലവർ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വേറെ വഴിക്കൊക്കെ പലതും ചെയ്യും, അത് പറ്റൂല. അദ്ദീൻ, ഈ ദീൻ എങ്ങനെയാണെന്ന് ആര് പറഞ്ഞു തന്നിട്ടുണ്ട്? അള്ളാഹ് റസൂല് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇല്ലേ? അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് തോന്നിയ പോലെ എന്തോ ഒരു പൂജ ചെയ്തിട്ട് അള്ളാഹ്ക്കുള്ള ഇബാദത്ത് എന്ന് പറയാൻ പറ്റൂലല്ലോ. ജീവിതത്തിന്റെ ദീൻ എന്താകണമെന്ന് റസൂലിനെ കൊണ്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഇബാദത്തും ദീനും ഇങ്ങനെ എന്താണ്, ചുമരും പെയിന്റും പോലത്തെ ഒരു സംഭവമാണ്. ഇത് ഒരേ സംഭവം തന്നെയാണ്. എന്താണ്, ചുമരിന്റെ കളർ എന്ന് പറയും, പക്ഷെ ഇത് ഒരേ പ്രതലമാണ്. പക്ഷെ അതേസമയം ഇത് ഒത്തുപോകണം. ഇതില്ലാതെ, ഇബാദത്തില്ലാതെ ദീനും, ദീനില്ലാതെ എന്തുണ്ടാവൂല? ഇബാദത്തുണ്ടാവും. ക്യാൻവാസ് ആണ്. ഈ ദീൻ എന്ന് പറയുന്ന ക്യാൻവാസിലാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. ഇനി സൂറത്തു നഹൽ, വലഹു മാ ഫിസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളിലുള്ളത് അല്ലാഹുവിനുള്ളതാണ്. വലഹുദ്ദീനു വാസിബ, വലഹുദ്ദീനു വാസിബ, അതായത് ഈ നിരന്തരമായ കീഴ്വഴക്കം ആർക്കുള്ളതാണ്? അള്ളാഹുവിനുള്ളതാണ്. അർത്ഥം ദീൻ അള്ളാന്റേതാണെന്ന് പറഞ്ഞപ്പോ ഇസ്ലാം ദീൻ അള്ളാന്റേതാണെന്ന് മാത്രമല്ല, അവിടുത്തെ അർത്ഥം എല്ലാം കീഴ്പ്പെട്ടേക്കണത് ആർക്കാ? അള്ളാഹ്ക്കാണ്. നമ്മൾ മാത്രമേ കീഴ്പ്പെടാതെ നടക്കണുള്ളൂ. നമ്മളും കീഴ്പ്പെട്ട് നടക്കണ്ടേ. നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ആർക്കനുസരിച്ച് കീഴ്പ്പെട്ട് നടക്കണേ? അള്ളാഹ്ക്ക് അനുസരിച്ചാണ്. നമ്മ ഉറങ്ങുന്നത് ആർക്കനുസരിച്ചാ? കുറച്ചേരം ഉറങ്ങാതൊക്കെ ഇരിക്കും. ഉറങ്ങുമ്പോ
ഇതൊക്കെ കീഴ്പ്പെട്ടിരിക്കുന്നത് നമ്മുടെ മുടി, നമ്മുടെ ചുളിവ്, നമ്മളടക്കം കീഴ്പ്പെട്ടിരിക്കുന്നത് നമ്മുടെ എന്താണ്, നമ്മുടെ കുറുമ്പ് മാത്രമാണ്. നമ്മൾ കുറുമ്പന്മാരാണ്. നമ്മള് അങ്ങോട്ട് എന്താണ്, നമ്മൾ ഭയങ്കര സംഘർഷത്തിലാണ്. ശരിക്കും ഈ മനുഷ്യ ശരീരവും മനുഷ്യ ജീവിതവും നമ്മുടെ ഈ ചുറ്റിലും നടക്കുന്ന എല്ലാ പരിപാടിയും, സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടൊക്കെയാണ്. ഫലഹുദ്ദീൻ വാസിബ് എല്ലാം പടച്ചോന് കീഴ്പ്പെട്ട് തന്നെയാണ് നടക്കുന്ന മക്കളെ. അഫഗൈറല്ലാഹി തത്തഖൂൻ എന്നിരിക്കെ അള്ളാഹു അല്ലാത്തവരെയാണോ നിങ്ങൾ ഭയപ്പെടുന്നത്? ശരിക്കും തക്കുവ അള്ളഹാനോടാ വേണ്ടത്, അല്ലെ? അള്ളാഹിനെ തക്കുവ ചെയ്യണമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ? എന്താ? അള്ളാഹിനെ തക്കുവ ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളവരെ തക്കുവ ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അത് ഭയങ്കര പ്രശ്നമാണ് കേട്ടോ. കാരണം വയ്യായ ഫത്തക്കൂൻ, എന്നെ മാത്രം നിങ്ങൾ ഭയഭക്തി ബഹുമാന സൂക്ഷിച്ചാൽ മതി എന്ന് പറയാൻ കാരണം, നിങ്ങൾ അള്ളാഹു അല്ലാതെ വേറെ വല്ലവരെ സൂക്ഷിച്ചാല് ഭയങ്കര ഇടങ്ങേറ, ജീവിതത്തിൽ തന്നെ സമാധാനം ഇല്ലാതെ. അപ്പൊ വലഹുദ്ദീൻ വാസിബ് എല്ലാം അവന് കീഴ്പ്പെട്ടുകൊണ്ടിരിക്കെ നിങ്ങൾ എന്തിനാണ്? നിങ്ങൾ പേടിക്കുന്ന ആളും യഥാർത്ഥത്തിൽ കീഴ്പ്പെട്ടിരിക്കുന്നത് അള്ളാഹിനെയാണ്. ഇബ്നു കസീർ പറയാം, അത്വാഅതു ദാഇമത്തുൽ ലഹു, അനുസരണം പൂർണ്ണമായി ദാഇമത്തുൻ അവിരാമം അള്ളാഹുവിനാണ്. വഹദഹു, അവന് മാത്രമാണ്. അല അഹ്ലി സമാവാത്തി വല്ലർ, ആകാശഭൂമികളിലുള്ളവരുടെ എല്ലാ അനുസരണവും അള്ളാഹുവിനുള്ളതാണ്, അല്ലെ? പ്രപഞ്ചത്തിലെ മുഴുവൻ വസ്തുക്കളും അള്ളാഹുവിന്റെ നിയമത്തിന് കീഴടങ്ങിയിരിക്കുന്നു. മനുഷ്യരും ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ മാത്രം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അപ്പൊ ചെറിയൊരു പാർട്ട് മാത്രമേ ജനിക്കുന്ന കാര്യത്തില് നമുക്ക് അള്ളാഹിന്റെ ദീനിൽ തെറ്റിച്ചിട്ടുണ്ടോ? കീഴടങ്ങല്. മരിക്കണ കാര്യത്തിൽ തെറ്റിക്കണ്ടോ? ശ്വാസം വലിക്കുമ്പോ തെറ്റിക്കുന്നുണ്ടോ? ഫങ്ഷനിങ്ങിൽ എന്തെങ്കിലും തെറ്റിക്കുന്നുണ്ടോ? കണ്ണുകൊണ്ട് കേൾക്കുന്നുണ്ടോ? കാതുകൊണ്ട് കാണുന്നുണ്ടോ? ഇല്ല. അള്ള വെച്ചതുപോലെ ചെയ്യണുള്ളൂ, അല്ലേ? അങ്ങനെയുള്ളൂ. ഓക്കെ. ഇനി ഇതേ അർത്ഥത്തിൽ തന്നെ സൂറത്തുൽ ബയ്യിനയില് വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. നേരത്തെ ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ എന്ന് പറഞ്ഞില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്? ഇതേപോലെ ഈ മക്ക മുശ്രിക്ക്, ഈ ജൂതന്മാരെയും ക്രൈസ്തവരെയും കുറിച്ച് കൂടുതലായിട്ട് പറയുന്ന ഒരു സൂറത്താണല്ലോ സൂറത്തുൽ ബയ്യിന, അവസാന ഭാഗത്തുള്ള വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ്. നിങ്ങളൊന്ന് ഓതിയ കൂടെ ഒന്ന് ഓതിയ വമാ ഉമിറൂ ഇല്ലാ ലിയഅ്ബുദുല്ലാഹ് إلا ليعبدوا الله മുഖ്ലിസീന ലഹുദ്ദീൻ. مخلصين له الدين. ഓക്കെ, മുഖ്ലിസീന എന്ന് പറഞ്ഞിട്ടുണ്ട്. മുഖ്ലിസീന എന്ന് പറഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോകണം കേട്ടോ. മുഖ്ലിസീന ലഹുദ്ദീൻ مخلصين له الدين ഹുനഫാ حنفاء ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അത് നമ്മള് ഓത്ത് തീർത്തിട്ട് കാര്യമില്ല, മനസ്സിലായോ? അതായത് ويقيموا الصلاة ويؤتوا الزكاة وذلك دين القيمة. അപ്പൊ ويقيموا الصلاة ويقيموا الصلاة ചിലവരത് കാണുമ്പോ വയുക്കീമു വസ്വലാത്ത എന്നൊക്കെ പറയും. അതിന്റെ ആവശ്യമില്ല. കാരണം വയുക്കീമു എന്ന് പറയുമ്പോ വാവിന്റെ മുകളിൽ എന്തെങ്കിലും ഹർക്കത്തുണ്ടോ? ഇല്ലല്ലോ, ഇല്ല. ശേഷമുള്ള അലിഫിന്റെ മേലെ എന്തെങ്കിലും ഹർക്കത്തുണ്ടോ? ഇല്ല. ശേഷം വരുന്ന അലിഫിന്റെ മേലെ ഹർക്കത്തുണ്ടോ? ഒന്നുമില്ലല്ലോ. അപ്പൊ അങ്ങോട്ട് ചേർത്താ മതി. വയുക്കീമുസ്വലാത്ത ويقيموا الصلاة വയുത്തുസ്സകാ. ويؤتوا الزكاة. ചിലവര് വയുത്തുസ്സകാത്ത് എന്ന് പറഞ്ഞ് നിർത്തും. അങ്ങനെയൊന്നും വേണ്ട കേട്ടോ. താ ഓതുമ്പോ കൂട്ടി ഓതുന്നുണ്ടെങ്കിൽ മാത്രം വയുത്തുസ്സകാത്ത വദാലിക ദീനുൽ ഖയ്യിമ എന്ന് പറഞ്ഞാൽ മതി. അല്ലെങ്കിൽ
വയുത്തു സക്കാ, ഹാണ് വരേണ്ടത്, ഹാ. കെട്ടുള്ള താ നിർത്തുമ്പോ ഹാ വരണം. ചിലർ ഹയ്യാല സ്വലാത്ത് എന്ന് പറയും, അങ്ങനെ പറയരുത്. ഒന്നീ ഹയ്യാല സ്വലാത്തി, ഹയ്യാല സ്വലാത്തി എന്ന് പറയാം, മനസ്സിലായോ? അല്ലെങ്കിലോ ഹയ്യാല സ്വലാഹ്, ഹാ വരണം. ശ്രദ്ധിക്കേണ്ട ഒരു സാധനമാണേ, പലർക്കും കോമൺ മിസ്റ്റേക്ക്. 99 പേരും തെറ്റിക്കാറുണ്ട് 100 പേരിൽ. വയുത്തു സക്കാ, ويؤتوا الزكاة വദാലിക ദീനുൽ ഖയ്യിമ, وذلك دين القيمة ഖയ്യിമ. قيمة. ഓക്കെ, അൽ ഖയ്യിമ കേട്ടോ. അപ്പോ അനുസരണവും വഴക്കവും അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ടതാക്കിക്കൊണ്ട് വക്രതയറ്റവരായി. ഈ മലയാള പ്രയോഗങ്ങളുടെയൊക്കെ പ്രശ്നം അതായിരിക്കും. ചിലപ്പോൾ ഹുനഫ എന്നുള്ളതിനേക്കാൾ ബുദ്ധിമുട്ടായിരിക്കും അത്. വക്രതയറ്റവർ എന്നുള്ളതിന് മലയാളത്തിൽ വേറെ പറയാറുള്ളത് ഋജുമാനസർ എന്നൊക്കെയാണ്. അതതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ്. അതായത് നേരെ ചൊവ്വേ, അതായത് ഹുനഫ അള്ളാഹുലേക്ക് മാത്രം തിരിഞ്ഞുകൊണ്ട് എന്നാണ് ഹനീഫ എന്നുള്ള വാക്കിന്റെ അർത്ഥം കേട്ടോ. ഇബ്രാഹിം നബിയുടെ എന്താണ്, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയുടെ ഗുണവിശേഷണമുള്ള ഹനീഫൻ മുസ്ലിമൻ. അപ്പോ ഹുനഫ, അപ്പൊ മുഖ്ലിസീന ലഹുദ്ദീൻ, ദീൻ അള്ളാഹുവിന് മാത്രം ഇഖ്ലാസോട് കൂടി ആക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ ജൂതന്മാരോടും ക്രൈസ്തവരോടും എല്ലാവരോടും ശരിക്കും അല്ല പറഞ്ഞത്. പക്ഷെ അവിടെ നിന്നൊക്കെ അവര് പോയി. അവർക്ക് പറ്റിപ്പോയ പ്രശ്നം എന്താ? ഇബാദത്തിൽ തന്നെ പ്രശ്നം പറ്റി. ദീൻ എന്ത് പറ്റിയില്ല? അല്ല പറഞ്ഞ ദീനിൽ നിന്നില്ല, ഫ്രെയിമിൽ നിന്നില്ല. സംഭവം മനസ്സിലായോ? കീഴ്പ്പെടൽ അള്ളാഹുവിന് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരു പുരോഹിതന്മാർക്ക് പോയി കീഴടങ്ങി. മുസ്ലിം ഉമ്മത്തിലും ഇപ്പൊ ഇന്ന് സംഭവിച്ച അതാണ്. അള്ളാഹുവാണ് ഇലാഹ് എന്ന് പറയുമ്പോഴും ദീൻ ആർക്കും കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട്? പുരോഹിതന്മാർക്ക് കൊണ്ടുപോയി കൊടുത്ത ആൾക്കാരുണ്ട്. അപ്പൊ പ്രശ്നമാണ്. ഇബാദത്ത് അള്ളാഹ്ക്കാണെന്നൊക്കെ പറയുന്നവരായിരിക്കും ചിലപ്പോ, പക്ഷെ ദീൻ അള്ള പറഞ്ഞ തന്നെയാണോ ചെയ്യണമെന്നുള്ള പ്രശ്നമാണ് കേട്ടോ. ഇനി ഇബ്നു കസീർ അദ്ദേഹം പറയാം, അപ്പോ മുതജാനിബീന ശിർക ഇല തൗഹീദ്, തൗഹീദിൽ നിന്ന് തിരിഞ്ഞ്, അല്ല ഷിർക്കിൽ നിന്ന് തിരിഞ്ഞ് തൗഹീദിലേക്ക് ശുദ്ധ മനസ്സോടെ നിഷ്കളങ്കമായി നിലകൊള്ളുന്ന അവസ്ഥയെക്കുറിച്ചാണ് അള്ളാഹു ഈ സൂറത്തുൽ ബയ്യിനയില് ഈ ദീൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ വ്യാജശക്തികളുടെയും നിയമങ്ങളുടെയും അനുസരണത്തെ പൂർണ്ണമായി തള്ളിപ്പറയണം. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് മാത്രം വഴങ്ങി കൊടുക്കണം. ഇനി അടുത്തയിലേക്ക് പോയിക്കോട്ടെ. ഇനി വിശ്വാസ സംഹിത, വ്യവസ്ഥ, നിയമം, അഖീദ, മദ്ഹബ് എന്നൊക്കെ, മില്ലത്ത്, ശരീഅത്ത് എന്നൊക്കെ പറഞ്ഞില്ലേ നമ്മൾ നേരത്തെ, ഭാഷാർത്ഥം. ഇത് നമുക്ക് അവർക്ക് അറിയുന്ന ഒരായത്ത. ഇതിൽ ഒന്നൊക്കെ പഠിച്ചാൽ മതി ശരിക്കും. ഇപ്പൊ ലക്കും ദീനുക്കും വലിയ ദീൻ, അവിടെ പറയുന്നിടത്ത് എനിക്ക് എന്റെ വിചാരണ, നിനക്ക് നിന്റെ വിചാരണ എന്നല്ല. കാരണം അത് ഒരു കോണ്ടെക്സ്റ്റ് ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ കിതാബും ദീനൊക്കെ ഇറക്കി കൊടുത്തപ്പോ ബാക്കിയുള്ള ആളുകൾ വന്ന് എന്തിനാണ് ഇങ്ങനൊരു ദീനും കൊണ്ട് വന്ന് പ്രശ്നമുണ്ടാക്കുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പൊ അവിടെ കൃത്യമായി പറയാം, എന്ത് ഇബാദത്ത് ഇബാദത്ത് എന്ന് മാത്രമാണ് ആ സൂറത്തിൽ പറയണേ അല്ലെ. പക്ഷെ ആ സൂറത്തിന്റെ പേരെന്താ? കാഫിറൂൻ എന്നാണ്. പക്ഷെ ആ സൂറത്ത് അവസാനിക്കുന്നത് ദീന് വെച്ചിട്ടാണ്. അല്ലാത്ത വാക്കാണ് കേട്ടത്. ഖുറാനിലെ ഓരോ സൂറത്തുകൾക്ക് ഓരോ നെയ്ത്ത് ഉണ്ടാവും, ഓരോ സൂചി ഉണ്ടാവും, ഇങ്ങനെ നെയ്ത്ത് നൂലുണ്ടാവും. ഓരോ സൂറത്തിലും എടുത്തു നോക്കിയാൽ മതി, ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാവും. അവിടെ കിടക്കുന്നത് ദീനാണ്. നമ്മളിങ്ങനെ അഅ്ബുദൂൻ യഅ്ബുദൂൻ എന്നൊക്കെ പറയും. എന്തുകൊണ്ട് നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന എന്റേതാവൂല? ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, നിങ്ങൾ ഇബാദത്ത് ചെയ്യുന്നതിനല്ല ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും അങ്ങനെ ആയിട്ടുമില്ല, ഇനി ആവുകയുമില്ല. ഇതൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് പറയാം ലക്കും ദീനുക്കും. കാരണം നിങ്ങളുടേത് വേറെ തന്നെ റൂട്ടാണ്, വേറെ തന്നെ ജീവിതക്രമമാണ്. വലിയ ദീൻ, എനിക്ക് എന്റേതായ ഒരു ദീനുണ്ട്. ഇത് നമുക്ക് പറയാൻ പറ്റും. കാരണം ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ ദീൻ, അദ്ദീൻ എന്നുള്ള അർത്ഥത്തിൽ ശരിക്കും ദീനിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാ കുൽ, നബിയെ പറയുക, എന്ത് ലക്കും ദീനുക്കും, അല്ലെ. ആ കുല്ലിന് ഇതിനോടൊക്കെ ബന്ധമുണ്ട്. കുൽ യാ അയ്യുഹൽ കാഫിറൂൻ, കുല്ല് അവസാനിക്കുമ്പോ എന്താണ്? കുൽ ലക്കും ദീനുക്കും വലിയ ദീൻ. എന്നിട്ട് പറയാ ലക്കും ഷിർക്കുക്കും. ഇബ്നു കസീറിന്റെ തഫ്സീർ നോക്കിയേ, നിങ്ങൾക്ക് നിങ്ങളുടെ ഷിർക്ക്, വലി തൗഹീദി, എനിക്ക് എന്റെ തൗഹീദ്, വഹാദിഹി ഗായത്തുൽ ബറാഅത്തി മിൻഹും,
കാഫിറുകളിൽ നിന്നുള്ള സമ്പൂർണമായ വിയോജിപ്പിന്റെ അവസാനത്തെ വർത്താനം. ഓക്കെ, നിങ്ങൾ നിങ്ങളുടേതായ ഒരു രീതിയിൽ പോയിക്കോളി, എനിക്ക് ഇത് വേറെ തന്നെയാണ്. ഇത് ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഒരുമിച്ച് ചേരാൻ ഇതില് വെള്ളം ചേർക്കണമെന്നാണെന്നുണ്ടെങ്കിൽ അത് നടക്കൂലാണോ? നിങ്ങളുടെ ദീന് വേറെ, നമ്മുടെ ദീന് വേറെ, അതുകൊണ്ട് നമ്മൾ കാണണ്ടെന്നല്ല പറഞ്ഞത്. ഇതിൽ വെള്ളം ചേർത്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരുമിക്കാം എന്നുള്ള നിർദ്ദേശം കാഫിറുകൾ സമർപ്പിച്ചപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിശുദ്ധ ദീനിന്റെ പ്രഖ്യാപനമാണ് കേട്ടോ അത്. അപ്പൊ ദീൻ എന്നത് ഒരു സമൂഹം പിന്തുടരുന്ന മൊത്തം ജീവിത രീതിയും ചിന്താഗതിയുമാണ്. അപ്പോ അവരുടെ ദീനിനെ കുറിച്ചും അല്ലെ, ഖുറൈശികളുടെ കുഫാറുകളുടെ ദീനിനെ കുറിച്ച് അവിടെ ലക്കും ദീനുക്കും എന്നല്ലേ പറഞ്ഞേ, ദീൻ. അപ്പൊ ശരിക്കും ഇവിടെ ഉള്ള എല്ലാ മനുഷ്യർക്കും ദീനുണ്ട് കേട്ടോ. അപ്പൊ ഇസ്ലാം ദീനുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. എല്ലാവരും ദീനിൽ ജീവിക്കുന്നവരാണ് ഖുർആൻ പറയുന്നതനുസരിച്ച്. പക്ഷെ ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹിന്റെ അടുത്തുള്ള ദീൻ ഏത് മാത്രമാണ്? ഇസ്ലാം മാത്രമാണ്. അപ്പോ സത്യവും അസത്യവുമായ വ്യവസ്ഥകൾ തമ്മിൽ വിട്ടുവീഴ്ച സാധ്യമല്ല. ഇനി സൂറത്ത് ഗാഫിർ നോക്കി നിങ്ങള്. വഖാല ഫിർഔനു ദറൂനി അഖ്തുൽ മൂസ വൽയദ്ഉ റബ്ബഹു. ഫിറൗൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ മൂസയെ, എന്നെ വിട്ടെ, ഞാൻ മൂസയെ പോയി കൊല്ലട്ടെ, അതല്ലെങ്കിൽ മൂസയെ വധിക്കട്ടെ ഞാൻ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ അവനെ വധിക്കുമ്പോ വൽയദ്ഉ റബ്ബഹു, അവൻ അവന്റെ റബ്ബിനെ വിളിച്ചോട്ടെ. ഇന്നി അഖാഫു അയ്യുബദ്ദില ദീനക്കും, അവിടെ ഒരു അലിഫ് കൂടിയിട്ടുണ്ട് കേട്ടോ, അയ്യുബദ്ദില ദീനക്കും ഔ ഐ എന്താണ് യുദ്ഹിറ ഫിൽ അർളി അൽ ഫസാദ്. നിങ്ങളുടെ മൊത്തം കാഴ്ചപ്പാടിനെയും ജീവിത രീതിയെയും നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വ്യവസ്ഥയും ആര് തകിടം മറിക്കും? മൂസ തകിടം മറിക്കും. യുബദ്ദില ദീനക്കും, അല്ലെ? സംഭവം മനസ്സിലായോ? അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്രകാരമാണോ നിങ്ങളുടെ, അതായത് മൂസ ഇബ്നു കസീർ അതിനെ കുറിച്ച് പറയുന്നത്, യാനി മൂസ യുബദ്ദില എന്നാണ് ഷറാഇഅക്കും വ ആദാത്തിക്കും, ഷറാഇഅക്കും വ ആദാത്തിക്കും, നിങ്ങളുടെ കസ്റ്റമറി പ്രാക്ടീസുകളുടെ, നിങ്ങളുടെ ആചാരങ്ങളെയും നിങ്ങളുടെ, ഇപ്പൊ ബനു ഇസ്രായേൽ അല്ല, ഈജിപ്തിലെ ആളുകൾ പിന്തുടരുന്ന ഒരു വ്യവസ്ഥയെ ആര് അട്ടിമറിക്കും? ആയത്തിലെ അവിടെ ആ ഒരു സംഗതി ഒന്ന് ഗാഫിർ അതൊന്ന് തിരുത്തി കൊടുക്കണം കേട്ടോ ഹബീബ് സാഹിബെ, ഇൻഷാ അല്ലാഹ്. ഓക്കെ, സൂറത്ത് ഗാഫിറിലെ 26-ാമത്തെ ആയത്തോട്ട്. അപ്പോ നിങ്ങളുടെ ദീനിനെ ആര് മാറ്റും? മൂസ മാറ്റും എന്നുള്ളതാണ്. മൂസ അലൈഹിസ്സലാം പറയുമ്പോൾ റബ്ബ് എന്ന് ആര് പറയുന്നുണ്ട് അല്ലേ? ഫിറൗനും മൂസയും തമ്മിലുള്ള ഡയലോഗിൽ റബ്ബ് വരുന്നുണ്ട്, ഇലാഹ് വരുന്നുണ്ട്, ഇബാദത്ത് വരുന്നുണ്ട്, ദീന് വരുന്നുണ്ട്. വല്ലാത്ത കോമ്പിനേഷനാണ്. ഈ നാലും വരാത്ത ഒരു വിഷയമില്ല കേട്ടോ. ഇത് പ്രവാചകന്മാരുടെ ഈ പ്രബോധനത്തിൽ ഇത് കയറി വരുന്ന ഭാഗങ്ങൾ എടുത്തു നോക്കിയാൽ അത്ഭുതകരമാണ്. അപ്പോൾ നമ്മുടെ ദീനിനെ ആര് മാറ്റും? മൂസ മാറ്റും. കാരണം ദറൂനി, അതുകൊണ്ട് ഞാൻ അവനെ കൊല്ലട്ടെ, കാരണം ഇനി അഖാഫു യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീനിനെ മാറ്റാനാണ് ആര് വരുന്നത് അല്ലെ? ഇന്ത്യൻ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് മറ്റേ ഇതും ചെയ്യണം, ഏത് ആന്റി കൺവെർഷൻ ലോ വേണം. കാരണം നിങ്ങളുടെ ദീനിനെ, നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഒരു സംസ്കാരമുണ്ട്, ആ സംസ്കാരത്തേക്ക് ഇവര് ഈ മേത്തന്മാര് അട്ടിമറിക്കും എന്ന് പറയാ. അപ്പൊ ദീൻ അട്ടിമറിക്കുന്നതാണ് ആളുകൾക്ക് പ്രശ്നം. ദീൻ മാറാനുള്ളതാണ് സമൂഹത്തിന്റെ. ദീനാണ് നമ്മൾ പ്രബോധനം ചെയ്യേണ്ടത്. റബ്ബ്, ചില ആളുകൾ അള്ളാഹു റബ്ബാണ്, അള്ളാഹു തന്നെയാണ് ഇലാഹ്, അള്ളാഹുവിന് തന്നെയാണ് ഇബാദത്ത് എന്നുള്ള കാര്യത്തിലൊക്കെ അവിടം വരെയൊക്കെ പ്രബോധനമൊക്കെ ഉണ്ടാവും. പക്ഷെ അള്ളാഹ്ക്കുള്ള ദീന്, അള്ളാഹു പറഞ്ഞ ദീൻ ഇതാണെന്ന് പ്രബോധനം ചെയ്യൂല. മനസ്സിലായോ? പ്രബോധനത്തിന് 4 ഘട്ടമുണ്ട്. അപ്പോ ഈ ലോകത്തിന് നമുക്കൊക്കെ ഒരേ റബ്ബാവനെ തരുള്ളൂ. ആ റബ്ബിനെ തന്നെ ഇലാഹാക്കേണ്ടതുണ്ട്. ആ റബ്ബിനെ തന്നെ ഇബാദത്ത് കൊടുക്കാവൂ. അങ്ങനെ നമ്മൾ ഇബാദത്ത് കൊടുക്കുമ്പോൾ അവൻ പറഞ്ഞൊരു ദീനും ഉണ്ട് അല്ലെ? അപ്പോഴല്ലേ ജീവിതത്തിലേക്ക് വരുള്ളൂ, ജീവിതക്രമത്തിലേക്ക് വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തേക്ക് പോയിക്കോളി. അപ്പൊ ഫറോ ഉദ്ദേശിച്ച നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ മേൽക്കോയ്മയുടെ മാറ്റത്തെ കുറിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇനി സൂറത്ത് യൂസുഫില് രാജാവിന്റെ ദീൻ എന്നൊരു പ്രയോഗമുണ്ട്. ഇത് മുഴുവൻ നമുക്ക് വലിയ ഓതിപ്പോണ്ട ആവശ്യമില്ല. യൂസുഫ് ما كان ليأخذ أخاه في دين الملك إلا يشاء الله نرفع درجات من نشاء
വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. അതായത് യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെ ചരിത്രം അറിയുന്നവർക്കറിയാം. അപ്പോ ഈ സ്വന്തം സഹോദരനെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട് ഒരു തിരക്കഥ ഉണ്ടാക്കണ്ടല്ലോ. യൂസുഫ് നബിയുടെ ചരിത്രം നമുക്ക് വിശദമായി പറയാൻ ഇപ്പൊ സമയമില്ല. അപ്പോ ആ നാട്ടിലെ നിയമം അനുസരിച്ച് ഈ ഒരാളെ കൂടെ പിടിച്ചു നിർത്തണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അയാൾക്ക് മേലെ എന്തോ ഒരു ആരോപണം വെച്ചിട്ട് മാത്രമേ പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ, അല്ലാതെ കൂടെ നിർത്താൻ പറ്റൂല. അപ്പോ യൂസുഫ് അവിടെ ഒരു തന്ത്രം പ്രയോഗിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ട് അള്ളാഹ് പറയണം. അങ്ങനെ യൂസുഫ് തന്റെ സഹോദരന്റെ പാത്രത്തിന് മുമ്പ് അവരുടെ പാത്രങ്ങളിൽ പരിശോധന നടത്തി. ശേഷം തന്റെ സഹോദരന്റെ പാത്രത്തിൽ നിന്ന് അത് പുറത്തെടുത്തു. അപ്രകാരം യൂസുഫിന് നാം ഒരു സൂത്രം ഉപദേശിച്ചു കൊടുത്തു. രാജാവിന്റെ ദീനിൽ കണ്ടോ, അവിടെ ആ നാട്ടിലെ നിയമം അനുസരിച്ച് അദ്ദേഹത്തിന് തന്റെ സഹോദരനെ പിടിച്ചു വെക്കാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ അവിടെ ദീൻ, അള്ളാന്റെ ദീന്, ഫിറൌന്റെ ദീന് എന്ന് പറയുന്ന പോലെ തന്നെ യൂസുഫ് നബിയുടെ കാലത്തുണ്ടായിരുന്ന ആ ഒരു രാജാവിന്റെ നിയമത്തെക്കുറിച്ച് പറയാനും ഖുർആൻ എന്ത് പറഞ്ഞിട്ടുണ്ട്? ദീൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് വളരെ ഫേമസ് ആയ ഒരായത്താണ്. കാരണം ദീൻ എന്നുള്ളത് യൂസുഫ് നബിയുടെ കാലത്തെ രാജാവിന്റെ നിയമങ്ങൾക്ക് പോലും ഖുർആൻ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് പറയാം. നാം ഉദ്ദേശിക്കുന്നവർക്ക് ഉന്നത പദവികൾ നൽകുന്നു. എല്ലാ അറിവുള്ളവനും മീതെ അതിനേക്കാൾ അറിവുള്ളവനും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ലോകത്തെ ഏത് ആലിമിനും കണ്ടാലും അതിന്റെ മേലെ എന്ത് പറയണം? ആലിമുൽ അല്ലാമയെ കണ്ടാൽ അലീമായ അള്ളാഹുവിനെ കുറിച്ച് ഓർക്കണം കേട്ടോ. വഫൗക കുല്ലി ദീ ഇൽമിൻ അലീം. ഈ ലോകത്ത് ആലിമുകൾ ഉണ്ടാവും, പക്ഷെ അലീമാര് മാത്രമേ ഉള്ളൂ, അള്ളാഹ് മാത്രമേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഫി ഹുക്മി മലിക് മിസർ വഖലാഇഹി, ഈജിപ്തിലെ രാജാവിന്റെ വിധിന്യായത്തിലും നിയമത്തിനും അനുസരിച്ച് എന്നാണ് ഈ ദീൻ എന്ന്. ഇബ്നു കസീറിന്റെ വാക്ക് നമ്മൾ അവിടെ പറയുന്നത് ദീൻ എന്നുള്ള വാക്കിന്റെ മാത്രം തഫ്സീർ ഉണ്ടോ പറയണേ? ഇബ്നു കസീർ പറയാണ് ഫി ഹുക്മി മലിക് മിസർ, മിസറിലെ രാജാവിന്റെ ഹുക്കും അനുസരിച്ച്, വഖലാഇ അദ്ദേഹത്തിന്റെ കലാവ് അനുസരിച്ച്, അങ്ങനത്തെ ഒരു വിധി പ്രസ്താവം അനുസരിച്ച് എനിക്ക് അവിടെ നിർത്താൻ പറ്റൂല. അതിന്റെ ഒരു എന്താണ് റെഫറൻസ് എടുത്ത് നോക്കിയാല് ഇനി അടുത്ത്. അപ്പൊ ശിക്ഷാ നിയമം, രാജ്യത്തെ നിയമം, ഭരണഘടന എന്നൊരർത്ഥത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി സമഗ്രമായ ഇസ്ലാമിക വ്യവസ്ഥ എന്നർത്ഥത്തിൽ അല്ലെ. എന്തൊക്കെ വന്നു ഇതുവരെ? എന്തൊക്കെ വന്നു? വിധി ദിനം അല്ലെ, മാലിക് യൗമിദ്ദീൻ, ഇന്നദ്ദീന ലവാഖിഅ, പിന്നെ അലൈസ അല്ലാഹു ബി അല്ലെ ഫമാ യുകദ്ദിബുക ബഅദു ബിദ്ദീൻ. ഇനി അതിനുശേഷം രണ്ടാമത്തേൽ എന്ത് വന്നു? രണ്ടാമത്തേൽ എന്താ വന്നേ? ഇവിടെ തന്നെ ഇല്ലേ? രണ്ടാമത്തേൽ കീഴ്പ്പെടൽ അല്ലെ, ലഹുദ്ദീൻ വാസിബ അല്ലെ, പൂർണ്ണമായ മുഖ്ലിസൻ ലഹുദ്ദീൻ വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇത് എന്താണ്? നിയമം. ഓക്കെ. എന്താണ്? യൂസുഫ് നബിയുടെ ആ ഒരു സംഭവം ആലോചിച്ചാൽ മതി. ഈ ദീനി ദീനി മലിക്. ഓക്കെ. അപ്പോ ദീൻ ആ അവിടുത്തെ നിയമം അനുസരിച്ച് എന്നുള്ളത്. ഇനി അയ്യുബദ്ദില ദീനക്കും, നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ മാറ്റുമെന്ന് ഫിറൗൻ ആരെ കുറിച്ച് പറഞ്ഞു? മൂസാ നബി അലൈഹി സ്വലാമെ കുറിച്ച്. അപ്പൊ ഇത് ഏതെങ്കിലും ഒരു ആയത്തെങ്കിലും നിങ്ങൾക്ക് ഓർമ്മ വരണം കേട്ടോ. ഏറ്റവും ചുരുങ്ങിയത് സാധിക്കുന്നവർ ഈ ആയത്തൊക്കെ കാണാതെ പഠിച്ചോളി. ആയത്ത് കാണാതെ പഠിക്കുമ്പോ തറാവീന് മാമുക്കാൻ വേണ്ടി മാത്രമല്ല പഠിക്കേണ്ടത്. ഓക്കെ. നിസ്കാരത്തിന് മാമുക്കാൻ വേണ്ടി മാത്രമല്ല, നമുക്ക് കോൺസെപ്റ്റ് പഠിക്കാനും പഠിക്കണം. നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ഇങ്ങനെ ആയത്തുകൾ തന്നെ അങ്ങനെ ഹിഫ്ള് തന്നെ പഠിക്കണമെന്നൊന്നുമില്ല. അത് വേറൊരു സ്കില്ലാണ്. പക്ഷെ നിങ്ങൾ ഓരോ വിഷയത്തിലുള്ള ആയത്തുകൾ കാണാതെ പഠിക്കാൻ തീരുമാനിച്ചാൽ അത് വേറൊരു നിങ്ങളുടെ ഖുർആനെ കുറിച്ചുള്ള അറിവ് കൂടുതൽ വർദ്ധിപ്പിക്കും. നമ്മൾ വിചാരിക്കുമ്പോൾ സൂറത്ത് ആൽ ഇമ്രാനിലെ 19ാമത്തെ ആയത്ത് മാത്രം പഠിച്ചിട്ട് എന്താണെന്ന്, അങ്ങനെയൊന്നുമില്ല. ചില ആയതുങ്ങളിലെ തിൽക്കർ റസൂൽ ഫല്ലൽനാ ബഅദഹും അലാ ബഅദ് എന്നുള്ള പറഞ്ഞ പോലെ ചില റസൂലുമാരെ മറ്റു റസൂലിനേക്കാൾ മേന്മ കൊടുത്തു എന്ന് പറഞ്ഞ പോലെ ചില ആയത്തുകൾക്ക് പ്രത്യേക ഉദ്ദേശത്തിൽ അള്ളിടും ഇല്ലേ. അപ്പൊ ആയത്തുകൾ കാണാൻ തന്നെ പഠിക്കണം. ആയത്തുൽ കുർസിക്ക് അതിന്റെ പ്രാധാന്യം ഉണ്ടല്ലോ, അത് നമ്മ പഠിക്കണല്ലേ. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ദീനിനെ കുറിച്ച് പറയുന്ന ആയത്ത് അങ്ങോട്ട് പഠിക്കുക. അപ്പൊ ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. ഒന്നോതിയേ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇന്നദ്ദീന إن الدين ഇൻദല്ലാഹിൽ عند الله ഇസ്ലാം. الإسلام ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. إن الدين عند الله الإسلام وما اختلف الذين وما اختلف الذين أوتوا الكتاب أوتوا الكتاب إلا من بعد ما جاءهم العلم إلا من بعد ما جاءهم العلم بغيا بينهم باغيا بينهم ومن أوتوا يكفر الكتاب بآيات الله ومن يكفر بآيات الله فإن الله سريع الحساب. فإن الله سريع الحساب بغيا بينهم. അപ്പൊ ഈ സരിയുൽ ഹിസാബൊക്കെ അള്ളാഹിന്റെ നാമത്തെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പോ ഷരീദുൽ ഇക്കാബും സരിയുൽ ഹിസാബൊക്കെ പഠിച്ചിരുന്നില്ലേ? അതൊക്കെ ഇതായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് പോയാൽ മതി കേട്ടോ. ഇനി നോക്കിയേ, إن شاء الله. തീർച്ചയായും അള്ളാഹുവിങ്കൽ അംഗീകൃതമായ ദീൻ, അതായത് അള്ളാഹിന്റെ അടുക്കുള്ള ദീൻ. إن അംഗീകൃതമായ الله ദീൻ എന്നൊക്കെ നമ്മൾ سريع മലയാളത്തിൽ പറയുന്നതാണ്. الحساب. യഥാർത്ഥ ദീൻ ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ അൽ ഇസ്ലാം. എന്തുമാത്രമാണ്? ആ ദീനിന്റെ പേരാണ് ഇസ്ലാം. അതായത് മുഹമ്മദ് നബിക്ക് മുഹമ്മദ് എന്ന് പേര് വരുന്ന പോലെ ഈ ദീനിന് അള്ളാഹ് കൊടുക്കുന്ന പേരെന്താ? അതായത് ഇതിനൊരു പേരുണ്ട് ഈ ദീനിന്. എന്താണ്? ദീനുൽ ഇസ്ലാം. വമഖ്തലഫല്ലത. അപ്പൊ ഇനിയിപ്പോ ഇസ്ലാം എന്താണെന്ന് പഠിക്കേണ്ടി വരും. ഇങ്ങനെ ഇതൊക്കെയാണ് ദീൻ എന്താണെന്ന് പറഞ്ഞപ്പോ. എന്നിട്ട് ഈ ഇസ്ലാം കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഈമാൻ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് പറയാം, ദീനാണ് ഇസ്ലാം. അപ്പൊ അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീനിന്റെ പേരെന്താണ്? ഇസ്ലാം എന്നാണ്. അതിനനുസരിച്ച് ജീവിക്കുന്നവൻ ആരാണ്? മുസ്ലിമാണ്. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ കണക്ഷൻ നോക്കി. റബ്ബ്, ഇലാഹ്, ഇബാദത്ത് ഇതൊക്കെ പറഞ്ഞു വന്ന ദീൻ എന്താണ്? ഇസ്ലാം മാത്രം. ഇനി വമഖ്തലഫല്ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅഹുമുൽ ഇൽമു ബഗിയൻ ബൈനഹും. തങ്ങൾക്ക് അറിവ് വന്നു കിട്ടിയ ശേഷമല്ലാതെ. ജൂതന്മാരും ക്രൈസ്തവരും ഒന്നും അറിവിട്ടാത്തോണ്ടൊന്നല്ല ഭിന്നിച്ചത് കേട്ടോ. അള്ളാഹ് പറയാണ്. നമ്മൾ ഖുറാനിലെ ചില ആയത്തുകളൊക്കെ ഇങ്ങനെ എടുത്ത് പയ്യൊക്കെ ഉപയോഗിക്കുള്ളൂ. ആ കൂട്ടത്തിൽ പെട്ടതാണ്. അറിഞ്ഞുകൊണ്ട് അവരുടെ പുരോഹിതന്മാർ മാറ്റിയതാണ് അവരുടെ ദീൻ എന്ന് അള്ളാഹ് പറയുന്നുണ്ട്. കാരണം ശരിക്കും അവർക്ക് അത് കണക്ട് ആവണമെന്നുണ്ടെങ്കിൽ കണക്ട് ആവണം. അവരുടെ സാധാരണ ആൾക്കാർക്കല്ല, യഥാർത്ഥ പണ്ഡിതർക്ക്. ബഗയം ബൈനഹും, അവർ തമ്മിലുള്ള ശത്രുത കൊണ്ടും വാശി കൊണ്ടും അസൂയ കൊണ്ടും മാത്രമാണ് അവര് ശരിക്കും ഭിന്നിച്ചത്. ശരിക്കും ഇസ്ലാം അംഗീകരിക്കാൻ, ഈ മുഹമ്മദ് നബിയെ അംഗീകരിക്കാനൊന്നും ശരിക്കും ബുദ്ധിമുട്ടായിരിക്കില്ല. ബുദ്ധിമുട്ടുണ്ടോ ജൂതന്മാർക്കും ക്രൈസ്തവർക്കും? കാരണം അതുവരേക്കും വന്ന ആദം മുതൽ ഈസ വരെ, ആദം മുതൽ മൂസ വരെ വന്ന പ്രവാചകരും അവർ പറഞ്ഞ കാര്യങ്ങളും സെയിം സാധനം തന്നെയല്ലേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്? അല്ലെ, ദീനിൽ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ? ദീൻ എന്നുള്ളത് എല്ലാ കാലത്തും മുൻകഴിഞ്ഞ പ്രവാചകന്മാർ വ്യത്യസ്തമായി തന്നെ അതിൽ ഇബാദത്തുകളുടെയും മറ്റും വിശദാംശങ്ങൾ മാറ്റി ശരീഅത്തുകൾ വ്യത്യസ്തമായിട്ടാണ് വന്നത്. എന്നിട്ട് പറയാം വമൻ യക്ഫുർ ബി ആയാത്തില്ലാഹി ഫഇന്നല്ലാഹ സരീഉൽ ഹിസാബ്. അപ്പൊ ഈ ദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന റസൂലായിട്ട് വന്ന് പൂർത്തീകൃതമായ ഈ ദീൻ. അപ്പോ എന്നിട്ട് പറയാം ലാ യുഖ്ബലു മിൻ അഹദിൻ ദീനുൻ യദീനു ബിഹി ഇല്ലൽ ഇസ്ലാം. ഇസ്ലാം അല്ലാത്ത മറ്റൊരു ദീനിനും കീഴ്പ്പെടുന്ന ഒരാളിൽ നിന്നും ദീൻ സ്വീകരിക്കപ്പെടില്ല. ഈ അടുത്ത കാലത്തായിട്ട് കുറെ സർവമത സത്യവാദവും വേദ സത്യവാദവും ഒക്കെ ഉണ്ട്. കുറെ ആളുകള് ഇതെല്ലാം ഒന്നാണെന്ന്, ഇതെല്ലാം എല്ലാ മനുഷ്യരും ഒന്നാണ്. അതങ്ങനെ തന്നെയാണല്ലോ അല്ലെ? എല്ലാ മനുഷ്യരും ഒന്നാണ്, എല്ലാവരും ഒരു ദൈവത്തിന്റെ മക്കളാണ്. ഇതൊക്കെ ശരിയാണ്. പക്ഷെ എല്ലാ മതങ്ങളും ഒന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇത് പറഞ്ഞു വരുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നം അതായിരിക്കും. എല്ലാ ദൈവങ്ങളും ഒന്നാണെന്ന് പറഞ്ഞു വരുമ്പോൾ അവിടെ പ്രശ്നം വരും. എല്ലാ മനുഷ്യരും ഒന്നാണ്, എല്ലാവരും ഒന്നിൽ നിന്നുള്ളവരാണ്, എല്ലാവരും ഒരുമിച്ചാണ്. ഇതാണ് പറയേണ്ടത്. ഇത് പറയണതിന് ഒരു പറഞ്ഞു വരുമ്പോൾ ഈ അതില് വരുന്ന ഒരു അശ്രദ്ധയാണ്. എല്ലാ മതങ്ങളും എല്ലാ പുണ്യപുരുഷന്മാരും ഒരേപോലെയാണെന്നൊക്കെ പറഞ്ഞ് ആ കൂട്ടത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയൊക്കെ വെക്കും. അത് പാടില്ല കേട്ടോ. അപ്പൊ വഹുവ ഇൻഖിയാദുൽ ജവാരിഹി ലിത്വാഅത്തില്ലാഹ്, അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി സ്വന്തം ശരീരത്തെയും എന്താണ് അവയവങ്ങളെയും പൂർണ്ണമായി കീഴ്പ്പെടുത്തുന്നതിനെയാണ് എന്ത് പറയാ? ദീൻ എന്ന് പറയുന്നത്. അപ്പോ അങ്ങനെ ഒരു ദീൻ ഇസ്ലാം മാത്രമാണ്. അടുത്തതിൽ പോയിക്കോട്ടെ. ഇതേ ദീനിനെ കുറിച്ചാണ് പറയുന്നത്. ഖുർആനിൽ അവസാനമായിട്ട് ഒരു നിയമം കൊണ്ട് പൂർത്തീകൃതമാകുന്ന ആയത്ത് ഇതാണ്. ഏതാ?
അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ചിലർ മദീന എന്ന് പറയാറുണ്ട്, ഇസ്ലാമ ദീന എന്നുണ്ടോ. ഓക്കെ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നേ ദിവസം ഈ ദീൻ പൂർത്തീകൃതമാക്കി തന്നിരിക്കുന്നു. അപ്പൊ അവിടെയും ദീൻ ഉപയോഗിച്ചു, ദീൻ കഴിഞ്ഞു. അപ്പൊ ശരീഅത്ത് കൊണ്ട് പൂർത്തീകൃതമാകുന്ന ഒരു നിയമവ്യവസ്ഥ, ജീവിത വ്യവസ്ഥ പൂർത്തീകൃതമായി. ഹജ്ജിന്റെ വേളയിൽ പറയണം, അതായത് ഇനി ഇല്ല, ഇനി കഴിഞ്ഞു. ഇത് ഈ ആയത്തൊക്കെ ഇറങ്ങിക്കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു 10-80 ദിവസമേ ജീവിക്കുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ചെറിയ കുഞ്ഞു സൂറത്തുകൾ ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫതഹ് ഒക്കെ ഇറങ്ങുന്നുണ്ട്. പിന്നെ സൂറത്തുൽ ബഖറയിലെ വത്തഖോ എന്താണ് യൗമ തുർജഊന ഫീഹി ഇലല്ലാഹി ഒക്കെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ നിയമങ്ങൾ പറയുന്ന കൂട്ടത്തിലെ സൂറത്തുൽ മാഇദയിലെ വലദലക്കുമുൽ മൈതതു വദ്ദമു ലഹ്മുൽ ഖിൻസീരി വമാ ഉല്ല ലിഗൈരില്ലാഹി ബിഹി പറഞ്ഞിട്ടുള്ള ആയത്തിന്റെ അവസാന ഭാഗമാണിത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾക്ക് ഇന്നേ ദിവസം ദീൻ പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, എന്റെ അനുഗ്രഹവും നിങ്ങൾക്ക് പൂർത്തീകരിച്ച് തന്നിരിക്കുന്നു. വറളീതു ലക്കുമുൽ ഇസ്ലാമ ദീന, നിങ്ങൾക്ക് ഇസ്ലാമിനെ ഇതാ ദീനായി പൊരുത്തപ്പെട്ട് തന്നിരിക്കുന്നു. അപ്പൊ കഴിഞ്ഞ തവണ ആരോ ചോദിച്ചായിരുന്നു, ദാക ത്വഅമുൽ ഈമാനി, അല്ലെ, ഈമാനിന്റെ മാധുര്യം, മൻ റളിയ ബില്ലാഹി റബ്ബൻ, അള്ളാഹുവിനെ റബ്ബായും, അല്ലെ, വബിൽ ഇസ്ലാമി ദീനൻ, വബി മുഹമ്മദിൻ വബി മുഹമ്മദിൻ റസൂലൻ. നബിയന വറസൂല, നബിയായും റസൂലായും. ഇതൊക്കെ കണക്റ്റഡ് ആണ്. ഇതൊന്നും ഖുറാനിലെ വേറിട്ട വിഷയങ്ങളല്ല. ഇതൊക്കെ നമ്മൾ വേറെ വിഷയങ്ങളായിട്ട് നമ്മുടെ സൗകര്യത്തിന് പഠിക്കുന്നു എന്നല്ലാതെ ഇതൊക്കെ ഒരുമിച്ചാണ്. ശരീരത്തിലെ എല്ലാ ഓർഗൻസും പരസ്പരം കണക്ട് ചെയ്യപ്പെട്ട് കൊടുക്കുന്ന പോലെ ഖുറാനിലെ ഇതൊക്കെ തമ്മിൽ കണക്ഷനാണ്. ഇനി പറയാം, ഫമനിൽ തുറഫി മഖ്മസത്തിന് ഗൈറ മുത്തജാനിഫിൽ ഇസ്മിൻ ഫൈനല്ലാഹു ഗഫൂറുർ റഹീം. അപ്പൊ ഇത് വേറെ, അത് അവിടുത്തെ ഈ വേട്ട മൃഗങ്ങളെ കുറിച്ചും എന്ത് ഭക്ഷണങ്ങളാണ് കഴിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചും പറയുന്ന സൂറത്തുൽ മാഇദയിലെ നിയമങ്ങളാണ്. അപ്പൊ ഇതോടുകൂടി നിയമങ്ങൾ പൂർത്തീകൃതമാകുന്നു എന്ന് പറയാണ്. അപ്പൊ നിങ്ങളുടെ ദീൻ പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു അല്ലാഹു. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പൊ ഹാദിഹി അക്ബർ നിഅമല്ലാഹി തആല അലാ ഹാദിഹിൽ ഉമ്മ, അള്ളാഹുവിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണിത്. ഹൈസു അക്മൽ അല്ലാഹു തആല ദീനഹും, അള്ളാഹു അവരുടെ ദീനെ പൂർത്തീകരിച്ചു തന്നു. ഫലാ യഹ്താജൂന ഇലാ ദീനിൻ ഗൈരിഹി, ഇനി അവർക്ക് വേറൊരു ദീനിന് ആവശ്യമില്ല. വലാ ഇലാ നബിയിൻ ഗൈരി നബിയിഹിം, ഇനി ഒരു നബിയും വരേണ്ടതുമില്ല. അൽയൗമ അക്മൽതു ലക്കും. അപ്പോ അവസാനത്തെ നബി വന്ന് പൂർത്തീകരിച്ച ദീനായതുകൊണ്ട് ഇനിയൊരു ദീൻ ഇതിൽ വന്ന് റീപ്ലേസ് ചെയ്യേണ്ടതില്ല. ഇനി ഇങ്ങനെ ഇസ്ലാം അല്ലാത്ത, ഇനി നോക്കിക്കോ, നേരത്തെ ഇന്ന ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം എന്നല്ല പറഞ്ഞു, ഇവിടെ ഇസ്ലാം ആദ്യം പറഞ്ഞിട്ട് ദീൻ രണ്ടാമത് പറയാണ്. വമൻ യബ്തഗി, ആരെങ്കിലും ആഗ്രഹിച്ചാൽ, തേടിയാൽ, ഗൈറൽ ഇസ്ലാമി, ഇസ്ലാം അല്ലാതെ, ദീനൻ, എന്തായിട്ട്, ദീനായിട്ട്, ഫലൻ യുഖ്ബല മിൻഹു, അവനിൽ നിന്ന് സ്വീകരിക്കപ്പെടില്ല. അപ്പോ ഇസ്ലാമിൽ ഉണ്ടായാൽ മാത്രം പോരാ, ഇസ്ലാമിന് എന്തായിട്ട് അംഗീകരിക്കണം? ദീൻ, വഴിപ്പെടണം. അതിൽ തന്നെ വഴിപ്പെടണം എന്ന് പറഞ്ഞാല് അതായത് സ്കൂളിൽ രജിസ്റ്റർ ചെയ്തിട്ട് മാത്രം കാര്യമില്ല, ക്ലാസ്സിൽ വരണമെന്നും കൂടിയാണ് അതിന്റെ അർത്ഥം കേട്ടോ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഇസ്ലാമിലൊക്കെ ഉണ്ട്, പക്ഷെ ഇസ്ലാമിന്റെ എന്ത് വേണ്ട? ദീൻ വേണ്ട. അങ്ങനെയാണ് മുസ്ലിം ഉമ്മത്തിലെ ആളുകൾക്ക് പറ്റുന്ന പ്രശ്നം. അതാണ് ഇസ്ലാം ഓക്കെ, മുസ്ലിം ഓക്കെ, പക്ഷെ മുസ്ലിം ആവുക ഇസ്ലാമിനെ ദീനായിട്ട് മനസ്സിലാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ അയാളുടെ ദീന് ഇസ്ലാം ആകുമ്പോൾ അയാൾ കീഴ്പ്പെടുമ്പോഴാണ്, അയാൾക്കൊരു ജീവിതത്തിന് ക്രമം ഉണ്ടാകുമ്പോഴാണ്. അത് ജീവിതത്തിന് ക്രമമാണ്. നിസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജൊക്കെ ക്രമം ഉണ്ടാക്കല്ലേ ജീവിതത്തിന്, ശരിക്കും ക്രമം ഉണ്ടാക്കണം. അതേപോലെ തന്നെ അയാളുടെ ജീവിതത്തിൽ ധാർമ്മിക സദാചാര വ്യവസ്ഥ, ജീവിതത്തിന് ചിട്ട ഉണ്ടാക്കുക തന്നെയാണ്. ബാക്കി ജീവിതത്തിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചെയ്യേണ്ടത്, അതിനും ചിട്ടയുണ്ടാക്കുന്ന ഇസ്ലാമാണ്, അല്ലേ? അപ്പൊ ദീൻ എന്ന് പറയുമ്പോൾ ചിട്ടയാണ്, ദീൻ എന്ന് പറയുമ്പോൾ വ്യവസ്ഥയാണ്. ആ ചിട്ടയും വ്യവസ്ഥയും ഇസ്ലാമിലാകുമ്പോൾ അത് മധുരതരമായ അനുഭവമാകും. വഹുവ ഫിൽ ആഖിറതി മിനൽ ഖാസിരീൻ, അങ്ങനെ അല്ലാതെ അയാൾ നാളെ പരലോകം കടുത്ത നഷ്ടകാരിൽപ്പെടും. അതായത് മനസ്സലക്ക ത്വരീഖൻ ഗൈറമാ ശറഅഹുല്ലാഹു ഫലൻ യുഖ്ബല മിൻഹു, അള്ളാഹു നിശ്ചയിച്ചതല്ലാത്ത വഴിയിൽ കയറിയാൽ പരാജയപ്പെടും എന്നാണ് ഇതിനർത്ഥം. ഓക്കെ, അപ്പോ ഈ 4 അർത്ഥത്തില് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. ഒന്നാമത്തത് വിചാരണ പ്രതിഫലം, മാലിക് യൗമിദ്ദീൻ, അല്ലെ, ഒരെണ്ണെങ്കിലും. രണ്ടാമത്തത് പൂർണ്ണമായ സമർപ്പണം, അല്ലെ, മുഖ്ലിസൻ
ലഹുദ്ദീൻ ഫഅ്ബുദില്ലാഹ മുഖ്ലിസൻ ലഹുദ്ദീൻ. മൂന്നാമത്തേത് ജീവിതക്രമം. ശരി അയ്യുബദ്ദില ഇന്ന അഖാഫു അയ്യുബദ്ദില ദീനക്കും, നിങ്ങളുടെ ദീനിനെ ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങളുടെ ജീവിതക്രമം വേറെയാണ് എൻ്റെ ജീവിതം. ഇനി ഇസ്ലാം എന്നുള്ള അർത്ഥത്തിൽ അള്ളാഹ് ഉപയോഗിച്ചത് ഇന്ന ദീന ഇൻദല്ലാഹിൽ അല്ലെങ്കിൽ വമൻ യബ്തഗി ഗൈറൽ ഇസ്ലാമി ദീനൻ, അതല്ലെങ്കിൽ അൽ യൗമ അക്മൽതു ലക്കും ദീനക്കും. അപ്പോ ഇനി ദീന് വരുന്ന ഒരു സ്ഥലത്തും നിങ്ങൾ പാഞ്ഞു പോകരുത് കേട്ടോ. അവിടെ ഇങ്ങനെ കുറച്ചേരൊക്കെ കുത്തിയൊക്കെ നിന്ന് കുറച്ചൊക്കെ ഒരു ചായയൊക്കെ കുടിച്ച് എന്നൊക്കെ പറയില്ല, നമ്മളിങ്ങനെ സീനൊക്കെ ഇങ്ങനെ കാണുന്നൊക്കെ പോലെ ഇങ്ങനെ ഒന്ന് കുറച്ചൊക്കെ ഒരു അതിലൊക്കെ ഒന്ന് ഇരിക്കുക, 2 മിനിറ്റ് ഒക്കെ ഒന്ന് അതിങ്ങനെ ഇരിക്കുക. ചായ കുടിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അതിന്റെ ഒരു പ്രയോഗം പറഞ്ഞു കേട്ടോ. അതായത് നമ്മൾ കുറച്ച് സമയം ചെലവഴിക്കാന്ന്, ഖുറാനോടൊപ്പം ഒരു സുഹബത്ത് ഉണ്ടാവുക. നമ്മൾ അതിനോടൊപ്പം തന്നെ ഈ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം അങ്ങനെയല്ലോ ഒരു സമയം കണ്ടെത്തൂലേ, അതേപോലെ നമ്മൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യുക. അവിടെ തന്നെ ഒന്ന് ഇരുന്ന് നോക്കിയാൽ ചിലപ്പോ KT അബ്ദുറഹീം സാഹിബിനെ കുറിച്ച് പറയാറുണ്ട്. നമ്മൾ ചിലപ്പോൾ ഖുറാന്റെ ഒക്കെ റമദാനിൽ ഇങ്ങനെ അടിച്ചു വലിച്ച് ലിമിറ്റഡ് സ്റ്റോപ്പ് ഫാസ്റ്റ് പാസഞ്ചർ ആയിട്ട് ഓതി അങ്ങോട്ട് തീർക്കായിരിക്കും. അതേ പ്രാധാന്യം ഉണ്ട് എന്തിന്, ഒരായത്തും അങ്ങോട്ട് തദബ്ബുർ ചെയ്യണേന്. അവിടെ അങ്ങോട്ട് ഇരിക്കണം. വേഗം ഓതല് വേറൊരു പണി ചെയ്തോളി. ചിലപ്പോൾ ഒരു ദിവസം ഒരു പേജിൽ അങ്ങോട്ട് നിങ്ങൾ കുത്തിയിരുന്നോളി, ഒരു പേജിൽ അതിന്റെ അർത്ഥം നോക്കിയിട്ടൊന്നല്ല. അപ്പൊ അവിടെ വന്ന അള്ളാഹ്, അവിടെ വന്ന റബ്ബ്, അവിടെ വന്ന ഇലാഹ്, അവിടെ വന്ന ദീന്, അവിടെ വന്ന ഇബാദത്ത്, വളരെ പ്രധാനപ്പെട്ട പദങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഞാൻ പറയുന്നത് ഇതിന്റെ അർത്ഥം നമുക്ക് തന്നെയും ഇനി ഇത് നമ്മൾ ഒരു 15 ആയത്തൊക്കെ അല്ലേ നമുക്ക് എടുത്ത് ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ആയത്തുകൾ ഇതിന്റെ പരമാവധി അതിന്റെ വ്യത്യസ്ത അർത്ഥതലങ്ങൾ വരുന്ന ആയത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഖുർആനിലെ ഓരോ പ്രയോഗങ്ങളും വളരെ മനോഹരമായി തീരുന്നത് നമ്മുടെ കൂടി സമയം ചെലവഴിക്കുന്നതനുസരിച്ചായിരിക്കും. അങ്ങനെയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടതിനോടൊപ്പം സമയമാണ് ചെലവഴിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഖുർആനോടൊപ്പവും നമ്മൾ സമയമാണ്. അതുകൊണ്ട് തിലാവത്ത് എന്ന് പറഞ്ഞാൽ ശരിക്കും ഓതുക എന്നുള്ളതിന് ഖിറാഅത്ത് എന്നാ പറയാ. ഓതുക എന്നുള്ളതിന് ശരിക്കും തിലാവത്ത് എന്ന് പറഞ്ഞാൽ തലായത്തുലു എന്ന് പറഞ്ഞാൽ ഫോളോ ചെയ്യാന്നാണ് തിലാവത്ത്. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു പോകൂലേ, അങ്ങനെ ഒരു കോർവ, ഒരു കോഡിഫിക്കേഷൻ അതിലുണ്ടാവണം. അങ്ങനെ ഒരു വളരെ മനോഹരമായിട്ട് അനുഭവമായിട്ട് അതിനെ മാറ്റണം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വേറെ എന്തെങ്കിലും ചോദിക്കാനോ അന്വേഷിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടി സാഹിബേ, ഇപ്പൊ ഈ വർഷത്തിന്റെ മാസത്തിന്റെ ഒക്കെ കണക്ക് പറഞ്ഞിട്ടേ അവിടെ അള്ളാഹു ദീനിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ ഫീ കിതാബില്ലാഹ് ഖലഖ സമാവാതി വൽ അർളി മിൻഹാ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം. അതെ, അത് ദാലിക ദീനുൽ ഖയ്യിം എന്ന് പറഞ്ഞാൽ അതാണ് ചൊവ്വായ ഒരു ചിട്ട, അതാണ് ചൊവ്വായ ഒരു കണക്ക്, അതാണ് ചൊവ്വായ ഒരു വ്യവസ്ഥ. ഈ അർത്ഥം എന്ത് വെച്ചാലും ഇതിൽ നമ്മൾ തെറ്റിപ്പോവില്ല. അങ്ങനെ ഒരു മെച്ചുണ്ട് അതിന്. ദാലിക ദീനുൽ ഖയ്യിം. ഇനി അതല്ല, അള്ള വെച്ച യഥാർത്ഥ ദീൻ പ്രകാരമുള്ള ദീൻ ഇതാണെന്ന് പറഞ്ഞാലും അവിടെ ദീനിന് മാത്രം ഒരു അർത്ഥം പറഞ്ഞു, നമ്മ ഇതൊന്നും പറയാതെ. അപ്പോൾ പോലും അത് ശരിയാവും. അത്തരത്തിലുള്ള സംഗതിയിൽ പോലും പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ പറയുന്നിടത്ത് പോലും അല്ല ആ ദീനിന്റെ ഒരു സംഗതി അവിടെ പറഞ്ഞിട്ടുണ്ട് അദ്ദീനുൽ ഖയ്യിം, ചൊവ്വായ. ശരിക്കും അവിടെ ദീൻ എന്നുള്ളതിന് ഉള്ള അർത്ഥം ആലോചിച്ച് നോക്കിയേ. ദീൻ എന്ന് പറഞ്ഞ ഒരു ചിട്ടവട്ടം, ജീവിതക്രമം, വ്യവസ്ഥ എന്നല്ലോ. ഒരു 12 മാസത്തിന്റെ കൃത്യമായ കണക്കിലാണ് അള്ളാഹ് ഇവിടത്തെ രാപ്പകലുകളെ കൃത്യമായി മാറ്റി ഒരു കൊല്ലത്തെ മറിക്കുന്നത് എന്നുള്ള ദാലിക ദീനുൽ ഖയ്യിം. അവിടെ ആ ദീനും ഈ ദീനും ഒത്തുവരേണ്ടതുണ്ട് എന്നൊരു സൂചന കൂടി അതിലുണ്ട്. നല്ല നല്ല ഒരു തെളിവുദ്ധരണം കേട്ടോ സിറാജ്. ഇങ്ങനെ അങ്ങനെ നിങ്ങൾ എടുത്താക്കിയാലേ ഇപ്പോ സിറാജ് സാഹിബ് പറഞ്ഞല്ലോ കുറേ ആയത്തിങ്ങനെ കിട്ടും. നല്ല രസകരമായിരിക്കും. ചിലതിന് പിന്നിൽ ചിലപ്പോൾ നമുക്ക് തന്നെ പെട്ടെന്ന് മനസ്സിലാവാത്തതുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിച്ചാൽ ചിലപ്പോൾ എനിക്ക് കിട്ടാത്ത ആയത്തുണ്ടാവും. അത് ചിലപ്പോൾ ഒന്ന് പോയി നോക്കുമ്പോൾ വേറെ നല്ല ഗൂഢാർത്ഥങ്ങൾ അതിനുണ്ടാവും. അതിന് പിന്നിലുള്ള ഒളിച്ചിരിക്കുന്ന അർത്ഥങ്ങളൊക്കെ ഉണ്ടാവും. ഇസ്ലാമോ യുസ്ലിമു ഈ അനുസരണം എന്നല്ലേ, ഇസ്ലാം അനുസരണം. അപ്പൊ ദീനും അനുസരണം എന്നല്ലേ, രണ്ടും ഒന്ന് തന്നെയല്ലേ വരിക? ഇബാദത്തും അനുസരണം തന്നെയല്ലേ വരിക. ഇതൊക്കെ പരസ്പരം ബന്ധമാണ്. അതായത് അപ്പൊ
ഇന്ദല്ലാഹിൽ ഇസ്ലാം, ദീന് തന്നെ ഇസ്ലാം, ഇസ്ലാം തന്നെ ദീൻ, അങ്ങനെ തന്നെയല്ലേ? സെയിം സാധനം തന്നെയല്ലേ രണ്ടും? അപ്പൊ അതിന് വേറെ പേര് വെക്കേണ്ടതുണ്ടോ? അതിനെന്ന് വെച്ചാലേ ഇസ്ലാമ യുസ്ലിമോ? പിന്നെ ദീൻ എന്നുള്ളത് നേരത്തെ പറഞ്ഞില്ലേ, ലക്കും ദീനുക്കും വലിയ ദീൻ, നിങ്ങൾക്ക് നിങ്ങളുടെ ദീൻ, എനിക്ക് എൻ്റെ ദീൻ. ഇപ്പോ അറബി ഭാഷയിൽ ഒരു ദീൻ എന്നുള്ള എന്താണ്, ഒരു ജീവിത രീതി എന്നുള്ള നിലക്ക് ആളുകൾ പിന്തുടരുന്നതിനെ പൊതുവെ അറബിയിൽ തന്നെ പറയുന്ന പേരെന്താണ്? ദീൻ എന്നാണ്. അപ്പോ ഇന്ന ദീന, യഥാർത്ഥത്തിൽ ദ അൾട്ടിമേറ്റ്, അതല്ലെങ്കിൽ ദ ഒപ്റ്റിമം, അതല്ലെങ്കിൽ ദ ആബ്സൊല്യൂട്ട്, ദ ആക്ച്വൽ, യഥാർത്ഥത്തിലുള്ള ദീൻ എന്ന് പറയുന്നത് അൽ ഇസ്ലാം, അത് ഇസ്ലാമാണ് എന്ന് പറഞ്ഞ് അതിന് പേരിടാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോ അതുപോലെ അൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണമാണ്. പക്ഷെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ അനുസരണം എന്ന് അർത്ഥം പറയണ്ടല്ലേ, ഇസ്ലാം എന്ന് പറഞ്ഞാൽ മതി. സംഭവം മനസ്സിലായോ? ഇതുപോലെ ഹബീബ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മുടെ ഇപ്പൊ ഹബീബ് സാഹിബിന്റെ പേര് ഹബീബ് എന്നാണ്. ഹബീബിന്റെ പേര്, ഹബീബിന് ഒരു അർത്ഥം ഉണ്ടാവും, സ്നേഹിതൻ എന്നൊക്കെയാണ് അർത്ഥം. പക്ഷെ ഹബീബ് എന്നുള്ളത് ഒരു പേരാണ്, അല്ലേ? സ്നേഹിതൻ എന്നുള്ളത് അതിന്റെ വേറൊരു അർത്ഥം കൂടിയാണ്. ഇതേപോലെ തന്നെ ഇസ്ലാമിന് വേറെ കുറെ അർത്ഥമുണ്ട്. പക്ഷെ ഈ ദീനിന്റെ പേരാണ് എന്ത്? ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. അപ്പൊ അവിടെ അള്ളാഹുവിന്റെ അടുക്കലുള്ള ദീൻ അനുസരണമാണെന്ന് കൊടുക്കരുത് അവിടെ. അപ്പൊ അവിടെ അസ്സലാമ എന്നുള്ളതിന് അനുസരണം തന്നെയാണ് അർത്ഥം, ശരിയാണ്. പക്ഷെ ഇസ്ലാം എന്നുള്ളതിന് ഇസ്ലാം എന്നൊരു പേരിന്റെ ഒരു അർത്ഥം കൂടി ഉണ്ടെന്ന് പറഞ്ഞ മനസ്സിലായോ? ഇപ്പൊ വിക്ടർ വന്നു എന്ന് പറഞ്ഞാല് വിജയ് വന്നു എന്ന് അർത്ഥമില്ലല്ലോ. വിക്ടർ എന്ന് പറഞ്ഞ ഒരാൾ വന്നു എന്നും കൂടി അർത്ഥമുണ്ട്. അതേപോലെ തന്നെയാണ് അൽ ഇസ്ലാം എന്ന് പറയുമ്പോൾ ഇസ്ലാം ഈ ദീനിന്റെ പേര് കൂടിയാണ്. എല്ലായിടത്തും അതിന്റെ അർത്ഥം പറയരുത്. സൂറത്തുൽ ഹജ്ജിലെ ലാസ്റ്റ് ആയത്തില് ഹുവസമ്മാക്കുമുൽ മുസ്ലിമൂന മിൻ ഖബ്ലി വഫീ ഹാദാ പറയുന്നുണ്ട് അല്ലേ? വസമ്മാക്കുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന റസൂലു. അപ്പൊ ആയത്തൊന്ന് ഓതി നോക്കിയേ, എന്തെങ്കിലുമൊക്കെ കിട്ടും നമുക്ക്. എന്താണ്? വജാഹിദു ഫില്ലാഹി ഹഖ്ക ജിഹാദി ഹുവജ്തബാകും വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്. വഴിപ്പെടുന്നതിൽ, അതല്ലെങ്കിൽ ഈ ദീനിന്റെ കാര്യത്തിൽ, അല്ലെ, ദീൻ അവിടെ വന്നു, മിൻ ഹറജ്. അള്ളാഹ് ഈ ദീനിൽ പ്രയാസമൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിൽ കടന്നാ കുടുങ്ങിയ റോഡല്ലാന്ന്. അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ടും എന്താണ്, അങ്ങോട്ട് ഇങ്ങനെ ചുമരും കൂടി ഇങ്ങനെ ചാരി ചാരി പോകേണ്ട പ്രശ്നമൊന്നും ഈ ദീനിലില്ല. ഹുവസമ്മാക്കുമുൽ മുസ്ലിമീൻ, നിങ്ങളുടെ പണ്ടത്തെ പേരും മുസ്ലിങ്ങളായിരുന്നു. അതിനർത്ഥം ഇസ്ലാമിന് തുല്യമായ ഒരു പേരാണ്, നിങ്ങൾ മുസ്ലിങ്ങളാണ് പണ്ടേ. മിൻ ഖബ്ലു, പണ്ടും, വഫീ ഹാദ, ഈ ദീനിലും, ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും വതകൂനു ശുഹദാ അലന്നാസ്. അപ്പോ എന്താണ് ഈ ഇസ്ലാം എന്നുള്ള പേര്? ഇപ്പൊ അള്ളാഹിന്റെ അടുത്ത ഈ ദീൻ ഇസ്ലാമാണ്. ഈ ദീനിനെ അനുസരിച്ച് വഴിപ്പെട്ട, ഇസ്ലാമിന് വഴിപ്പെട്ടവരൊക്കെ മുസ്ലിങ്ങളാണ്. അങ്ങനെയെങ്കിൽ ആദ്യം കഴിഞ്ഞു പോയ ആളുകളൊക്കെയും എന്താണ്? മുസ്ലിങ്ങളാണ്. മുസ്ലിങ്ങളുമാണ്. അതായത് യഥാർത്ഥ ജൂതമതം എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഇവർ വക്രീകരിച്ചിട്ടില്ലെങ്കിൽ അതിന്റെ പേരും ഇസ്ലാം എന്നാണെന്നാണ്. കാരണം മസീഹിയ എന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോ ക്രൈസ്തവരെ മസീഹിയ എന്ന് പറഞ്ഞാൽ ഈസയിലേക്ക് ചേർത്തിട്ടാണല്ലോ പറയണത്. ശരിക്കും അങ്ങനെയല്ലല്ലോ അതിന്റെ പേര്. യഹൂദ എന്ന് പറഞ്ഞാൽ അവരുടെ ട്രൈബിന്റെ പേരാണ്, അല്ലെ? യഹൂദ എന്ന് പറഞ്ഞാൽ യഹൂബ് നബിയുടെ ഒരു മകന്റെ പേരാണ് യഹൂദ എന്ന് പറഞ്ഞാൽ. യഹൂബ് നബിയുടെ 12 മക്കളുള്ള ഒരു മകന്റെ പേരാണ് എന്ത്? യഹൂദ. അപ്പോ അതിലേക്ക് ട്രൈബാണ്. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ ഈ വംശപരമ്പരയോ നിങ്ങൾ പ്രവാചകന്മാരിലേക്ക് പറയുന്നത് പോലെയുള്ള പേരൊന്നല്ല മതത്തിന്റെ പേര്. ഇന്നദ്ദീന ഇന്ദല്ലാഹിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അടുക്കൽ, അള്ളാഹിന്റെ അടുക്കൽ നിങ്ങളുടെയൊക്കെ പേര് മുസ്ലിങ്ങൾ എന്നാണ്, യഥാർത്ഥ അനുസരണം ഉള്ളവരാണെങ്കിൽ. വാസ്വിബൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ പെട്ടതാണ്. നമ്മളിപ്പോ ഒരു ആയത്തിൽ പറഞ്ഞല്ലോ നേരത്തെ, അതൊരു നാമം ആണോ? വാസ്വിബൻ, അൽ വാസ്വിബ് എന്നാണോ അതിന്ന് വരുന്നത്? ഇല്ല, അത് അതിലേക്ക് വരൂല കേട്ടോ. വാസിബ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നിലക്കാത്ത, അവിരാമം തുടരുന്ന എന്നുള്ള അർത്ഥത്തില്, അങ്ങനെ സ്ഥിരമായി നിലനിൽക്കുന്ന എന്നൊക്കെയാണ് അർത്ഥം. അത് അള്ളാഹുവിന്റെ ഇതിലേക്ക് ചേർത്ത് ഉപയോഗിക്കാറില്ല. അല്ലല്ല,
കുറെ കണ്ടു. ഇൻഷാ അല്ലാ വേറെ ഉം. വേറെ സംശയമില്ലെങ്കിൽ അവസാനിപ്പിക്കാലോ. കഴിഞ്ഞ ഓക്കെ ക്ലാസ്സിന്റെ യൂട്യൂബിൽ വന്നൊരു കമന്റേ ആ ഇബാദത്തിനെ 100 എന്ന വാക്കിനൊന്ന് വിശദീകരിക്കാമോ? മൂസാ നബിക്ക് അള്ളാഹുവിനെ കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം കണ്ടത് വെളിച്ചമായിരുന്നല്ലോ, അത് കണ്ടപ്പോഴല്ല അദ്ദേഹം ബോധരഹിതനായി പോയത് എന്നുള്ളൊരു ഉം. സംശയം കേട്ടിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സില് നൂ statement. വന്ന കമന്റാ. ആ ഓക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു. പക്ഷെ നൂർ എന്നുള്ളത് ഖുറാനിൽ ഒരുപാട് അള്ളാഹു നൂറുസമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ നൂറാണ് അള്ളാഹു എന്ന് പറയുന്നുണ്ട് അല്ലെ. അതുപോലെ തന്നെ ഖുർആനിനെ കുറിച്ചും നൂർ എന്ന് പറയുന്നുണ്ട് അല്ലെ. വൻസൽ എന്നാണ് നൂർ, നാം അയച്ച നൂർ. അതുപോലെ തന്നെ റസൂലിനെ കുറിച്ചുള്ള വിശേഷണത്തിൽ നൂറ് വരുന്നുണ്ട്. പിന്നെ റസൂലിനോടൊപ്പം അയച്ചത് വഹീനെ കുറിച്ച് നൂറ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഈ നൂറ്, മൂസാ നബി അലൈഹി സ്വലാം കണ്ട നൂറ് എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ഒളി എന്നുള്ള അർത്ഥത്തിൽ പറയുന്ന, അള്ളാഹിനെ കാണണമെന്ന് മൂസാ നബി അലൈഹി സ്വലാം പറയണ, റബ്ബി അരിനി അൻളുർ ഇലൈക്ക്, പടച്ചോനെ എനിക്ക് നിന്നെ കാണാൻ പൂതി. അപ്പൊ അള്ളാഹ് പറയണ, ലൻ തറാനി, നിനക്ക് എന്നെ കാണാൻ പറ്റൂല, വലാകിൻ അൻളുർ ഇലൽ ജബൽ, നീ പക്ഷെ ആ മലയിലേക്ക് നോക്കൂ. ഫൈനിസ്തക്കറ മക്കാനഹു ഫസൗഫ തറാനി, അത് അതിന്റെ സ്ഥാനത്ത് ബാക്കിയാകുന്നുണ്ടെങ്കിൽ നിനക്ക് എന്നെ കാണാം. പക്ഷെ ഫലമ്മ എന്താണ്, അപ്പോ മൂസ അലൈഹി സ്വലാം അവിടേക്ക് നോക്കിയപ്പോഴേക്കും എന്ത് ചെയ്തു? മൂസ അലൈഹി സ്വലാം ഫലമ്മ തജല്ല റബ്ബുഹു ലിൽ ജബലി ജഅലഹു ദക്കം ഫഖറ മൂസ ഫസൈഖ് എന്നാണ്. ഖറ മൂസ ഫസൈഖ്, അതായത് മൂസ അലൈഹി സ്വലാം അവിടേക്കും തിരിഞ്ഞ് അള്ളാഹിന്റെ ഒളി ആ പർവ്വതത്തിലേക്ക്, അവിടെ നൂറെന്നോ അങ്ങനെ കാര്യമായിട്ട് പ്രയോഗിച്ചിട്ടില്ല. അതായത് അള്ളാഹിനെ തന്നെ താങ്ങാൻ പറ്റൂ, അതായത് അള്ളാഹിന്റെ ഒളിയെ തന്നെ താങ്ങാൻ പറ്റൂല ആ പർവ്വതത്തിന്. അപ്പോ എന്താണ്, അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വളരെ 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 ലാഘവത്വത്തിൽ നടക്കുന്നൊന്നല്ല. പക്ഷെ സെയിം സംഭവം ഖുർആനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത ആ ഉപമയുണ്ട് അല്ലെ. ലൗ അൻസൽന ഹാദൽ ഖുർആന അലാ ജബലിൽ ലറഅയ്തഹു ഖാശിയം മുതസദ്ദിയം മിൻ ഖശിയത്തില്ല. അള്ളാഹുവിന്റെ നൂറാകുന്ന ഈ ഖുർആൻ ഇറങ്ങിയാൽ ആ പർവ്വതം പൊട്ടിപ്പോകും. അള്ളാഹു ആകുന്ന നൂറ് ഇറങ്ങിയാലും, കാരണം അള്ളാഹു ആകാശഭൂമികളുടെ നൂറാണ്, പുറത്ത് അള്ളാഹുവിന്റെ നൂറാകുന്ന ഖുർആൻ ഇറങ്ങുന്ന ഒരു മലയും ഒന്ന് ഇറങ്ങിയാലും ഒന്ന് ഇറങ്ങിയതുമാണ്. പൊട്ടിപ്പോകുന്ന തന്നെയാണ് പറഞ്ഞത്, ഒന്ന് പൊട്ടിപ്പോയി അല്ലെ. അപ്പൊ ഇത് സൂചിപ്പിക്കുന്നത് എന്താന്ന് വെച്ചാൽ, അത് മനുഷ്യർ എത്ര വളരെ ലാഘവത്വത്തിലാണ് പടച്ചവനെയും പടച്ചവൻ ഇറക്കിയ ഈ ഖുറാനെയും ഒക്കെ, നൂറാകുന്ന ഖുറാനെയും ഒക്കെ ഇറക്കിയിട്ടുള്ളത്, എന്താണ് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കൂടി നമുക്ക് സഹായകമാണ്. ഇപ്പൊ അള്ളാഹിന്റെ നൂറിനെ കുറിച്ച് പറയുന്നതിന് സൂറത്തു നൂറില് കുറെ കൂടി അതിന്റെ അള്ളാഹു നൂറു സമാവാത്തി വല്ലാഹു മസലു നൂരിഹി കമിഷ്കാത്തിൻ ഫിഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫി സുജാജ, അത് വിശ്വാസിയുടെ ഹൃദയത്തിലെ ഈമാനാണ് എന്നുകൂടിയാണ് പറയുന്നത്. അള്ളാഹു ആകാശഭൂമികളുടെ നൂറാണ്. ആ നൂറ് നിൽക്കുന്നത് ഒരു വിളക്കുമാടത്തിലാണ്. ആ വിളക്കുമാടത്തിൽ ഒരു വിളക്കുണ്ട്. ആ വിളക്കിന്റെ ഉള്ളിലൊരു എന്തുണ്ട്? തീയുണ്ട്. അല്ല, തിരിയുണ്ട്. അത് എന്താണ്, അതില് ഫ്ലെയിം എന്തൊഴിച്ചാല് ആ നൂറ് അതിൽ വന്നാല്, വെളിച്ചം കത്തിയാലും എന്താണ്, അതിലേക്ക് തിരി കൊണ്ടുവന്ന് വെച്ചാലും വെച്ചില്ലെങ്കിൽ പോലും അതിന്റെ ഇന്ധനം കൊണ്ട് തന്നെ അത് പ്രകാശിക്കും. സൈത്തൂന് കൊണ്ട് തന്നെ പ്രകാശിക്കും. അത് ഷർക്കിയോ അല്ല, ഗർബിയോ അല്ല, അതായത് വല്ലാത്ത ഉപമയാണ്. അതായത് വിശ്വാസിയുടെ ഹൃദയത്തിലെ യഥാർത്ഥ അവബോധം തന്നെ അള്ളാഹുവിനെ കണ്ടെത്താൻ പ്രേരിപ്പിക്കുന്നുണ്ട്. യഥാർത്ഥ അതിലേക്ക് വഹിയാകുന്ന ഒരു നൂറ് കൂടി വന്നാൽ അത് നൂറുൻ അലാ നൂർ എന്തായി മാറും? മനുഷ്യന്റെ ഉള്ളിൽ തന്നെ ഒരു ചോദനയുണ്ട് നന്മയുടെ. ആ നന്മയിലേക്ക് വഹിയ കണക്റ്റായ എന്തായി മാറും? നൂറുൻ അലാ നൂർ. വല്ലാത്ത വിശദീകരണമാണത്. അതായത് വഹിയിന്റെ വെളിച്ചം മനുഷ്യന്റെ പക്ഷപാതമില്ലാത്ത ചിന്തയെ ചെന്ന് ചേർന്നാൽ ഈ ലോകത്ത് മഹാ അത്ഭുതം സംഭവിക്കും. അല്ലാഹു അഅലം. ഇൻഷാല്ലാഹ് അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ അല്ലാഹുമ്മ അല്ലിംനാ മാ ജഹൽനാ അല്ലാഹുമ്മ ذكرنا ما نسينا يا رب العالمين. اللهم اجعلنا من الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. آمين يا رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.